തസ്മൈ ശ്രീ പുരവേ നമഃ. നിത്യസത്യത്തിനു വേണ്ടി സ്വന്തം ജീവിതത്തെ ആഹൂതി ചെയ്ത മഹാത്മാക്കളെ നമ്മുടെ ധർമ്മരക്ഷണത്തിന് വേണ്ടി നമുക്ക് ആശ്രയിക്കാം എന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം. അഭിവന്ദരായ ഗുരുജനങ്ങൾക്ക് വിനീതമായ നമസ്കാരം. ഈ സദസ്സിലിരിക്കുന്ന ഏതൊരാളും എൻ്റെ ഗുരുസ്ഥാനീയനാണ്. കാരണം ആഴത്തിൽ വിഷയങ്ങൾ പഠിച്ച് പറയാൻ കഴിവുള്ള എത്രയോ മഹൽ വ്യക്തികളുടെ ഒരു സദസ്സാണ് ഇത്. ഞാൻ തൊലിപ്പുറത്തെ ചൊറികൾക്ക് മരുന്ന് എഴുതി ശീലിച്ച ഒരാൾ മാത്രമാണ്. പലതരം ചൊറികളുമായിട്ട് ആളുകൾ വരും, മാന്തലാണ്. ഈ മാന്തൽ കൊണ്ട് എന്ത് മരുന്ന് കൊടുത്താലും അവിടെ മാറുമില്ല. നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് 8 ദിവസമോ ഒക്കെ ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് അത് മാറി പറഞ്ഞു വിട്ടാൽ 4 ദിവസം കഴിയുമ്പോൾ പിന്നെയും വരും. അവർ പറയും ഇതുകൊണ്ടൊന്നും ഒരു ഗുണമില്ലാകും. കാരണം എന്താ? വീണ്ടും മാന്തിയിട്ട്. ഈ നഖം ശരീരത്തിൽ കൊണ്ടാൽ രക്തത്തിലെ വെളുത്ത രക്താണുക്കളെല്ലാം അങ്ങോട്ട് ആകർഷിക്കപ്പെടും. അത് അടുത്ത കാലത്താണ് മെഡിക്കൽ സയൻസിന് മനസ്സിലായത്. നഖം സ്കിന്നിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കീമോടാക്റ്റിക് ഫിനോമിന എന്ന് പറയും. അതായത് കുറേ വൈറ്റ് സെൽസിനെ അട്രാക്റ്റ് ചെയ്യും. അതെല്ലാം കൂടി അവിടെ വന്ന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അങ്ങനെ വീക്കം വരും. അപ്പം നഖം കൊണ്ട് മാന്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പം ഞങ്ങൾ പറയും നഖം കൊണ്ട് മാന്തരുത് എന്ന് പറഞ്ഞ് ഇതൊക്കെ അവരുടെ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കും. പിറ്റേ ദിവസം ചെല്ലുമ്പോൾ കാണാൻ 2 ചീപ്പ് കൊണ്ട് ഇങ്ങനെ ചീപ്പുകൾ വാങ്ങിയിട്ട് അതുകൊണ്ടാണ് മാന്തുക. വടി ആശാരിയുടെ ഉളിയുടെ ഇടിക്കുന്ന ഭാഗം പോലെ പൊത്തിച്ചതച്ച് ബാക്ക് ഇങ്ങനെ മാന്താൻ ഉപയോഗിക്കും. എന്ത് പറഞ്ഞാലും കേൾക്കില്ല. പിന്നെ അവർ മാന്തി ചൊറിഞ്ഞ് പിന്നെയും വരും. മാന്തരുത് എന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് മാന്തായിരിക്കാൻ പറ്റില്ല എന്ന് പറയും. നിങ്ങൾ മാന്തിക്കോ, ഞങ്ങൾക്കൊന്ന് ജോലി വേണ്ടേ, നിങ്ങളെ ജോലി മാറി ഞങ്ങൾക്ക് വേറെ എന്താ ജോലി, അതുകൊണ്ട് നിങ്ങൾ മാന്തണം, വീണ്ടും ഈ രോഗം ഉണ്ടാവണം, നല്ല എല്ലാ മാസം ഞങ്ങൾക്ക് ശമ്പളം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഒഴിവാക്കുക ചെയ്യുക. പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും വിദ്യ ഉപയോഗിച്ചിട്ട് മനസ്സിനെ നിയന്ത്രിച്ച് മാന്തൽ നിർത്തുകയാണെങ്കിൽ ചൊറി കംപ്ലീറ്റ് മാറിപ്പോവുകയും ചെയ്യും. അല്ലെങ്കിൽ തടി കൂടി വരും. തടിപ്പ് കൂടുന്തോറും ആനത്തൊലി എന്ന് പറഞ്ഞ ന്യൂറോഡെർമറ്റൈസ് എന്ന് പറഞ്ഞ സുക്കളുണ്ട്. വലിയ ധനികർക്കും വലിയ പ്രശ്നങ്ങളുള്ളവർക്കും വരുന്നതാണ്. എങ്ങനെ പറഞ്ഞാലും മാന്തൽ നിർത്താൻ സാധിക്കില്ല. അങ്ങനെയാണ്. ഒരിക്കൽ ഞാൻ ഋഷികേശത്തിൽ ചെന്ന സമയത്ത് ശിവാനന്ദ ആശ്രമത്തിലൊന്ന് പോയി. അപ്പോൾ അവിടെ കൃഷ്ണാനന്ദ സ്വാമി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അത് അവിടുത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അത് വലിയ മഹാത്മാവാണ്. അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നോ, യു കനോട്ട് സീ ഹിം നൗ. He is taking class for the American disciples. അമേരിക്കൻ ഡിസൈബിൾസിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ പോകാൻ പറ്റില്ല. വൈകുന്നേരം യു ക്യാൻ കം, ഹി ഹാസ് ഗോട്ട് എ ഡിസ്കോസ് ഹിയർ, ക്യാൻ അറ്റൻഡ് ടു ദാറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞ് പോന്നപ്പോൾ വേർ ആർ യു ഫ്രം എന്ന് ചോദിച്ചു ആ സെക്രട്ടറി. ഐ എം ഫ്രം കേരള എന്ന് പറഞ്ഞു. കേരള, വാട്ട് ആർ യു ഡൂയിങ്? ഡോക്ടറാണ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. വാട്ട്സ് യുവർ സബ്ജക്റ്റ്? സ്കിന്ന് ആളൊട്ടേക്ക് ചാടിയിട്ട് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞു. ഓടി വന്നു. മഹാരാജന് തലയ്ക്ക് ഒരു ചൊറി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈസ് ബാഡ്ലി ഇൻ നീഡ് ഓഫ് എ ഡെർമറ്റോളജിസ്റ്റ്. ഡൽഹി പോകാൻ അദ്ദേഹത്തിന് സമയം കിട്ടുന്നത്. വിൽ യു പ്ലീസ് ഗോ ആൻഡ് സീ ഹിം നൗ സെൽഫ് എന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പ് വന്നു. അഡ്മിറ്റ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് അറേഞ്ച് ഹിം വിസിറ്റ് വിത്ത് മഹാരാജ് എന്ന് പറഞ്ഞൊരു കത്തലെഴുതി. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന സമയത്ത് അമേരിക്കൻ ലേഡീസാണ്, ഫോറിൻ ലേഡീസ് മാത്രമാണ് ചുറ്റുപാടും. ഒരു 25 ലേഡീസ് ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ ചെന്നു. വാതിലിൻ്റെ അടുത്ത് ഇദ്ദേഹം ഒരു സെക്യൂരിറ്റി ഉണ്ട്. നോ, യു കനോട്ട് ഗോ ജസ്റ്റ് നൗ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് വാണ്ട് ടു ഗോ, ബട്ട് യുവർ സെക്രട്ടറി ഹാസ് ഇൻസിസ്റ്റഡ് മീ ദറ്റ് ഐ മസ്റ്റ് മീറ്റ് ഹിം ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ ശരി എന്നാൽ പൊക്കോളം പറഞ്ഞു. ചെന്നു. വാതിലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇതേമാതിരി ഒരു സ്ഥലമാണ്. യെസ്, ഹൂ ഈസ് ദാറ്റ്, വാട്ട് യു വാണ്ട്, വൈ ആർ യു ഹിയർ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ കടലാസും കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്ക് വളരെ സന്തോഷം. ഒരു കസേലയിട്ട് ഇരിക്കാൻ പറഞ്ഞു. തല കാണിച്ചു തന്നു. വാട്ട് ഈസ് യുവർ ഡയഗ്നോസ് ചോദിച്ചു. ഞാൻ ഡയഗ്നോസ് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു എത്ര പെട്ടെന്ന് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞു ആടിനെ കാണിച്ചത് എന്ത് മൃഗാന്ന് വെച്ചാൽ ആർക്കാ പറഞ്ഞുകൂടാത്ത? എനി MBBS മാൻ വിൽ സെൽ ദിസ്. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. യെസ്, വാട്ട് ഈസ് യുവർ ട്രീറ്റ്മെൻറ്റ്, ഗിവ് മി എ പ്രിസ്ക്രിപ്ഷൻ. അവർ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ആവശ്യമില്ല. യു നീഡ് ഓൺലി അവോയ്ഡ് സ്ക്രാച്ചിങ്. മാന്തൽ നിർത്തിയാൽ മതി, തനിയെ മാറുന്നതെന്നു. അന്നേരം അദ്ദേഹം ദേഷ്യപ്പെട്ടു എൻ്റെ അടുത്ത്. മാന്തൽ നിർത്തണം. എല്ലാ ഡോക്ടർമാരും പറയും മാന്തൽ നിർത്തണം. ഹൗ ആർ വി ഗോയിങ് ടു സ്റ്റോപ്പ് സ്ക്രാച്ചിങ് വെൻ ദർ ഈസ് ഇച്ചിങ്? അപ്പം ഞാൻ ആ ശിഷ്യത്തികളൊക്കെ കേൾക്കത്തക്ക വിധത്തിലൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. സ്വാമിജി, യു ആർ എ സന്യാസി,
What you will do when you have got some temptations? Do you accept to it? അന്നേരം അയാൾ പറയും യെസ്, ശരിയാണ്, നൗ ഐ ഗോട്ട് ഇറ്റ്. എന്നിട്ട് ആ ഡിസൈപ്പിൾസിനോട് ഇതൊന്ന് അങ്ങോട്ട് പറയാൻ പറഞ്ഞു. യു ടെൽ ദിസ് ടു ദെം ഓൾസോ. അത് പറഞ്ഞ സമയത്ത് സ്വാമി അവരോട് പറയാം, ദിസ് ഈസ് വാട്ട് ഐ എം ടെലിങ് യു. യു മസ്റ്റ് കം ടു ഇന്ത്യ ഫോർ പ്രാക്ടീസിങ് സ്പിരിച്വാലിറ്റി. പ്രാക്ടിക്കൽ ഫിലോസഫി അറിയണമെങ്കിൽ ഇന്ത്യയിൽ വരണം. ബിക്കോസ് ഹി ഹാസ് ഗിവൺ മീ എ ക്ലൂ ബൈ വിച്ച് ഐ നോ ഹൗ ടു സ്റ്റോപ്പ് ദിസ്. ഒരു ടെംപ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ സന്യാസിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കൺട്രോൾ ചെയ്യാൻ നിവൃത്തിയില്ല, കൺട്രോൾ ചെയ്യല്ല നിവൃത്തിയില്ല. അതേ ആറ്റിറ്റ്യൂഡ് ഈ മാന്തലിനോട് എടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് സ്വാമിക്ക് വലിയ സന്തോഷമായി. സ്വാമി അവിടെ ഇരിക്കാൻ പറഞ്ഞ് കുറേ നേരം സംസാരിച്ചു. 3 ബുക്കുകൾ, വലിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി തന്നെ ഈ കൊണ്ടു തന്നിട്ട് എന്നോട് പറഞ്ഞു, യു റിസൈൻ ദ പോസ്റ്റ് ഇൻ കേരള, കം ടു ഋഷികേശ്, ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ സെർവ് ചെയ്യാം. അവിടുന്ന് ഹിമാലയത്തിൽ കൂടെ ഒരു 5-6 പോക്കറ്റ് ഉണ്ട്, അവിടെയൊക്കെ പോയി മരുന്ന് സപ്ലൈ ചെയ്തതിന് ശേഷം ഉച്ചയാകുമ്പോഴേക്ക് തിരിച്ചു വരാം. തിരിച്ചു വന്നാൽ ഗംഗാനദിയിലേക്ക് കെട്ടിയിട്ടുള്ള ഒരു മനോഹരമുള്ള റൂം തരാം. പിന്നെ യു ക്യാൻ ഗോ ടു ഡൽഹി ഓർ ടു ഹിമാലയ എനി ടൈം യു വാണ്ട്. യു ടേക്ക് എനി എമൗണ്ട് ഓഫ് മണി എന്നിട്ട് വി വിൽ ലുക്ക് ആഫ്റ്റർ യു. മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചന്ദനമുട്ടിയിൽ ദഹിപ്പിച്ച് ഗംഗാനദിയിൽ കൊഴുക്കിക്കൊള്ളാൻ വരെ പറഞ്ഞു. പിന്നെ ഈ ഹാഡ് റിട്ടേൺ മീ. നാട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹം ഒരു കത്തും എഴുതിയിരുന്നു, അഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണിപ്പോൾ നമുക്കുള്ള ഒരു പ്രശ്നം. മാന്തായിരിക്കാൻ പറ്റില്ല, മാന്തും തോറും ഇത് കൂടുകയും ചെയ്യും. എത്ര റെമഡി ചെയ്താലും പിന്നെയും മാന്തി പൊളിച്ചാൽ പിന്നെയും അതിന് യാതൊരു രക്ഷയില്ല. ഇതാണ് നമ്മളെല്ലാവരെയും പ്രശ്നം. ഇതാണ്, നിവൃത്തിയില്ല, യാതൊരു ചെയ്യാനുള്ള കഴിവ് നമുക്കില്ല. അതുകൊണ്ട് നമ്മളോട് വല്ല ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളാൽ സാധ്യമല്ല എന്നർത്ഥം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ടെക്നിക്ക് നമുക്ക് വേണം. അപ്പോൾ സയൻറ്റിഫിക്കായിട്ട് റിലീജിയനെ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്ന ഒരു എഫർട്ടാണിപ്പോൾ ഗോപാലകൃഷ്ണൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോപാലകൃഷ്ണൻ്റെ നാനാവശങ്ങളും പ്രാക്ടിക്കലായിട്ടുള്ള മെത്തേഡ്സ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ജീനിയസാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ മഹാനിധിയാണ് അദ്ദേഹം. കാരണം ഇന്നത്തെ കാലത്ത് അദ്ദേഹം എഴുതിയ മാതിരി പുസ്തകങ്ങൾ എഴുതാൻ ഒരുവിധ ആളുകൾക്കൊന്നും കഴിയില്ല. അത്ര അധികം ബൃഹത്തായിട്ടുള്ള ഒരു ഇൻ്റലിജൻസിൻ്റെ ഡിസിപ്ലിൻ ജന്മന കിട്ടിയിട്ടുള്ള ഒരാൾക്ക് മാത്രം സാധിക്കുന്ന ഒരു വസ്തുതയാണ്. ഇന്ന് നമുക്ക് ഗുണനിരൂപണം എന്ന സംഗതിയെക്കുറിച്ചാണ്. നിരൂപണം എന്ന് പറഞ്ഞാൽ, രൂപണം എന്ന് പറഞ്ഞാൽ ഫിഗറൈസേഷനാണ്, രൂപപ്പെട്ടു വരിക. ഗുണം, നിരൂപണം. ഗുണങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്? നീ എന്ന് പറഞ്ഞാൽ നാ പ്ലസ് ഈ ആണ്. നാ എന്ന് പറഞ്ഞാൽ ശൂന്യമാണ്, ഈ എന്ന് പറഞ്ഞാൽ ശക്തിയാണ്. അപ്പോൾ ശൂന്യശക്തി എന്ന് പറഞ്ഞാൽ അൺമാനിഫെസ്റ്റഡ് എനർജി. അത് മാനിഫെസ്റ്റ് ചെയ്ത് ചലനാത്മകതയെ പൂണ്ട് ഗുണങ്ങളായി രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ മെക്കാനിസമാണ് നമുക്ക് ആലോചിക്കാനുള്ളത്. അപ്പോൾ ശൂന്യശക്തി, നമ്മളൊന്നും ഇല്ലാത്തൊരു കാലം വരും, സൂര്യനും ചന്ദ്രാദികളൊന്നും ഇല്ലാത്ത കാലം വരും. അങ്ങനെ ഒരു കാലം പണ്ടും ഉണ്ടായിരുന്നു, കുറേ കാലത്തിന് ശേഷം വീണ്ടും അങ്ങനെയാവും. അപ്പോൾ ഈ അൺമാനിഫെസ്റ്റ് എന്നുള്ളതിനെയാണ് നമ്മൾ ശൂന്യം എന്ന് പറയാം. ശൂന്യം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ശൂന്യവാദം എന്ന് പറഞ്ഞിട്ട് ആകെ നമുക്കൊരു ഭ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധന്മാരുടെ ശൂന്യവാദം എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരികയാണ്. കാരണം അങ്ങനെയൊക്കെ അതിൽ പറഞ്ഞു. പഞ്ചദശിയിലൊക്കെ ശൂന്യവാദത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം, ശങ്കര ഭഗവത്പാദർ ശൂന്യവാദികളോട് തക്കിച്ച ഭാഗങ്ങളൊക്കെ, ശൂന്യം എന്ന് കേൾക്കുമ്പോഴേക്കും ഒന്നും ഇല്ലായ്മ എന്ന് പറഞ്ഞൊരു അർത്ഥം അതിന് വരാൻ പാടില്ലാത്ത. എങ്ങനെയുണ്ടാവുക? ഇതൊക്കെ ഏതൊന്നിൽ നിന്നാണ് വന്നത്, ഏതൊന്നിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു, ഏതൊന്നിലേക്ക് വിലയം പ്രാപിക്കുന്നു, അത് സങ്കല്പിക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാത്തൊരു വ്യക്തിയും സാധാരണയായിട്ട് ഒരു സമൂഹത്തിലുണ്ടാവില്ല. അതുകൊണ്ട് അൺമാനിഫെസ്റ്റഡ് എന്നുള്ള അർത്ഥത്തിലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. വിഷ്ണു സഹസ്രനാമത്തിലെ വിഷ്ണുവിന് പര്യായമായിട്ട് ശൂന്യം എന്ന് പറഞ്ഞിട്ടില്ലേ? ശൂന്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉപനിഷത്തിൽ ശൂന്യം പരംപദം എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഈ ശൂന്യം എന്ന് കേൾക്കുമ്പോൾക്ക് ദേഷ്യം വരണ്ട. അപ്പോൾ ജഹോവ എന്നല്ലാത്തൊരു വാക്ക് ദൈവത്തിന് പറഞ്ഞാൽ ജഹോവ സാക്ഷികൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അതങ്ങനെ ധരിച്ചു വശായിപ്പോയി, അത്രയേ ഉള്ളൂ. ഷഡ്ദർശനങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് ഷഡ്ദർശനങ്ങൾ വായിച്ചാൽ, സാഖ്യം ശരിക്കും വായിച്ച് നോക്കിയാൽ സാഖ്യം, പിന്നെ രണ്ടാമത്തെ കണാദൻ്റെ അനുവാദം വൈശേഷികം വായിച്ചു നോക്കിയാൽ, ശ്രദ്ധിച്ച് വായിച്ചാൽ, ഗൗതമ മുനിയുടെ ന്യായശാസ്ത്രം നോക്കിയാൽ, പതഞ്ജലിയുടെ യോഗസൂത്രം നോക്കിയാൽ, ജൈമിനിയുടെ പൂർവമീമാംസ നോക്കിയാൽ, ഉത്തരമീമാംസ നോക്കിയാൽ, എല്ലാറ്റിലും ഒരു പെർമനൻ്റ് എൻറ്റിറ്റി, പിന്നെ ടൈം ആൻഡ് സ്പേസിന് വിധേയമായിട്ടുള്ള മറ്റൊരു മൊബൈൽ എൻറ്റിറ്റി, ഇത് രണ്ടും കാണാനുണ്ട്. അതിലൊരു
എക്സ്ട്രിൻസിക് മൊബൈൽ എൻറ്റിറ്റി ആൻഡ് ഇൻട്രിൻസിക് ഇമ്മൊബൈൽ എൻറ്റിറ്റി, ഇതിന് രണ്ടിൻ്റെ ഒരു കൂട്ടായ്മ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഈ രണ്ടിനെ കുറിച്ച് മാത്രമേ ഏതൊരു മതത്തിലും ഏതൊരു പ്രസ്ഥാനത്തിലും ഏതൊരു ദർശനത്തിലും പറയാൻ സാധിക്കുകയുള്ളൂ ആർക്കും. ഒരു പമ്പരം നമ്മൾ കറക്കുന്ന സമയത്ത് കറങ്ങുന്ന ഒരു എക്സ്റ്റീരിയർ, അതിൻ്റെ ഒരു ഇമാജിനറി ഇൻറ്റീരിയർ ഇൻട്രിൻസിക് ഒരു ലീനിയർ ഏരിയ ഉണ്ട് വിച്ച് ഈസ് നോട്ട് മൂവിങ്. ആ ഇമ്മൊബൈലായിട്ടുള്ള ഇൻട്രിൻസിക് എൻറ്റിറ്റി ആശ്രയിച്ചുകൊണ്ടാണ് ഈ മൈരിയാഡ്സ് ഓഫ് പാർട്ടിക്കിൾസ് ആർ ഓർബിറ്റിംഗ് അറൗണ്ട് ദാറ്റ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം. ഇതുപോലെ നമ്മുടെ ശരീരം, മനസ്സ്, ബുദ്ധിയൊക്കെ തന്നെ ഒരു ഇമ്മൊബൈലായിട്ടുള്ള ഒരു ഇൻട്രിൻസിക് എൻറ്റിറ്റീൻ്റെ ചുറ്റുപാടുമാണ് ഈ മൂവ്മെൻറ്റ് മുഴുവൻ സാധ്യമാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ മൊബൈലായിട്ടുള്ള ഏരിയ ടൈം ആൻഡ് സ്പേസിന് വിധേയമായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇന്നും നാളെയായിട്ട് മാറിക്കൊണ്ടിരിക്കും. പരിണാമ വിധേയാവും, നാശത്തിന് വിധേയാവും. അതിനെ നിലനിർത്താനുള്ള ഫാക്ടേഴ്സ് ഉള്ള കാലം വരെ അത് നിലനിൽക്കും. അതിനെ നിലനിർത്താനുള്ള ഫാക്ടേഴ്സിൻ്റെ ആബ്സെൻസിൽ അത് ഇല്ലായ്മയെ പ്രാപിക്കും. ആ അവസ്ഥ മാറി ഏതൊരവസ്ഥയിൽ നിന്ന് വന്ന ആ അവസ്ഥയിലേക്ക് പോകും. അശനം എന്ന് പറഞ്ഞാൽ തീറ്റി കൊടുക്കുക എന്നർത്താണ്. നാശം എന്ന് പറഞ്ഞാൽ തിന്നാൻ കൊടുക്കാതെ ആവുക. അതിനെ നിലനിർത്തുന്നത് ഏതോ അതിനെ വിഡ്രോ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ഇല്ലാതെ ആവുന്ന സമയത്ത് ആ ഒരവസ്ഥ ഇല്ലാതെ ആവുന്നു എന്നാണ് നാശം. അപ്പോൾ ഈ ശരീരം, മനസ്സ്, ബുദ്ധിയൊക്കെ ബാഹ്യമായിട്ടുള്ള ചലനാത്മകതയാണ് പാർട്ടിക്കിൾസിൻ്റെ. അതിൻ്റെ അന്തര്യാമിയായിട്ടൊരു ഇമ്മൊബൈലായിട്ടുള്ളൊരു ആത്മസ്വരൂപം നമ്മൾ സങ്കല്പിക്കുന്നു. അതിൻ്റെ സ്വഭാവം എന്താണ്, ബാഹ്യമായിട്ടുള്ളതിൻ്റെ സ്വഭാവം എന്താണ്, ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഇൻട്രിൻസിക് ആയിട്ടുള്ള പെർമനൻ്റ് എൻറ്റിറ്റിയുടെ സ്വഭാവം എല്ലാറ്റിലും ഒന്നാണ്. ഖുറാനിലും ബൈബിളിലും ഷിൻഡോ മതത്തിലും കൺഫ്യൂഷ്യാനിസത്തിലും ടാവോ മതത്തിലും എല്ലാറ്റിലും ഒരേ മതത്തിലാണ്. ബുദ്ധിസത്തിലും ജൈനിസത്തിലും ഒക്കെ എല്ലാറ്റിലും പെർമനൻ്റ് എൻറ്റിറ്റിയെ അവർ പ്രധാനമായിട്ട് കണക്കാക്കും. മറ്റ് ഇമ്പർമെൻ്റ് എൻറ്റിറ്റിയാണ്. ഇമ്പർമെൻ്റ് എൻറ്റിറ്റി ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് നിലനിൽക്കുന്നത്. ആ ഉദ്ദേശത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതുമാണ്. സംഘാതം ഓർഗനൈസ്ഡ് ആണ്. അപ്പോൾ ആ ഉദ്ദേശം വേഗം ചെയ്ത് തീർക്കുക, അത് ഡിസോർഗനൈസ് ചെയ്ത് പോകുന്നതിന് മുമ്പേ ഓർഗനൈസ്ഡ് ഫോം നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു പ്രത്യേക ധർമ്മത്തിന് വേണ്ടി. ആ ധർമ്മം വേഗം തീർത്താൽ പിന്നെ നമുക്ക് കുറച്ച് സമയം ഫ്രീ കിട്ടും. നേരെ മറിച്ച് വല്ലാതെ നമ്മൾ ഡിലേ വരുത്തിയാൽ ഇത് മുഴുവനും ചെയ്തു തീർക്കാനുള്ള സമയമില്ലാതെ ഡിസോർഗനൈസ്ഡായി പോവും. അപ്പോൾ വി വിൽ ഹാവ് ടു ഓർഗനൈസ് എഗൻ അനദർ ബോഡി മൈൻഡ് ഇൻ്റലക്ട്. അപ്പോൾ ജന്മങ്ങൾ ആവർത്തിക്കുക എന്ന് പറയും. അപ്പോൾ ഉന്നതമായിട്ടുള്ള അവസ്ഥകൾ നമുക്ക് അനുഭവിക്കാനുണ്ടെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇത് തന്നെ അമാന്തം വരുത്തി പിന്നെയും ആവർത്തിക്കാൻ നമ്മൾ മെനക്കെടുന്നു. പക്ഷേ ഗുരുക്കന്മാരിൽ നിന്ന്, ആത്മജ്ഞാനികളായിട്ടുള്ള ആളുകളിൽ നിന്ന് ഉന്നതമായ മണ്ഡലങ്ങൾ നമ്മളെ അക്ഷമമായി കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള വിവരം ഗ്രഹിച്ച് ആ ബോധോദയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ശരീരവും മനസ്സും ബുദ്ധി ഓർഗനൈസ്ഡ് ഫോമിൽ നിലനിൽക്കുന്നത് എന്ത് സാധിക്കാനാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി മാത്രം ഈ ആയുസ്സിനെ ചെലവഴിക്കാനുള്ള വിവേകം നമുക്ക് ഉണർന്ന് കിട്ടുന്നതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ എഡ്യൂക്കേഷനൊക്കെ ഇന്നർ ഡെവലപ്മെൻറ്റൊക്കെ ഉണ്ടാക്കും. വാട്ട് ആം ഐ? എൻ്റെ ഈ ശരീരം എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്? മനസ്സ് എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്? ശരീരം, മനസ്സും ബുദ്ധി എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്? അത് എത്ര കാലം നിലനിൽക്കും? എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത്? അത് കഴിഞ്ഞാൽ പിന്നെ ഇത് എങ്ങോട്ടാണ് തിരിച്ചു പോകുക? അതൊക്കെ വ്യക്തമായിട്ട് അറിയിക്കുന്ന ശാസ്ത്രങ്ങളാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് എല്ലാം കൂടി ഡിസോർഗനൈസ് ചെയ്ത് പോയാൽ എവിടെയാണ് പോവുക? യൂണിറ്റ്, ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഒരു ക്വാർക്കാണ്. ക്വാർക്ക് എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന ഊർജ്ജ കണികയിലാണ് ചെന്നെത്തുക. ഈ ചലിക്കുന്ന ഊർജ്ജ കണിക എവിടെയാണ്? അനന്തമായ ശൂന്യാവസ്ഥയിലെ ആദ്യ ചലനാണ് ചലിക്കുന്ന ഊർജ്ജ കണിക. അവയുടെ കൂട്ടായ്മയാണ് രണ്ട് മേലോട്ടും ഒന്ന് താഴോട്ടും, അപ്പ് ക്വാർക്കും ഡൗൺ ക്വാർക്കും കൂടി പ്രോട്ടോണായി, പിന്നെ ന്യൂട്രോണായി, ഡൗൺ ക്വാർക്ക് അപ്പ് ക്വാർക്കായി, ന്യൂട്രോണായി, പിന്നെ ഇലക്ട്രോണായി. അവ തമ്മിൽ പ്രത്യേക തരത്തിലുള്ള ഓർബിറ്റ് ആകുമ്പോൾ ന്യൂക്ലിയസായി, ചുറ്റുപാടും ഇലക്ട്രോൺസിൻ്റെ നമ്പറിനനുസരിച്ച് പദാർത്ഥങ്ങളുടെ വൈവിധ്യങ്ങളായി. പിന്നെ അത് തമ്മിലുള്ള ഇൻട്രാക്ഷനിൽ നിന്ന് ചില അനുഭൂതികളുടെ ഈ അനുഭൂതി ഈ ജീവനെ തട്ടി ഉണർത്തി മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകുക. എന്തിനു വേണ്ടി എന്നുള്ളത് ലാസ്റ്റ് ഡേയിൽ നമ്മുടെ ടോക്കാണ്. വേദത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ് വിശ്വദർശനം എന്ന് പറഞ്ഞത്. ഏറ്റവും ബുദ്ധിമുട്ട് അത് തന്ത്രത്തിൻ്റെ കാതലായിട്ടുള്ള വശമാണ്. തന്ത്രശാസ്ത്രത്തിൻ്റെ ആത്മാവാണ് ആ വിഷയത്തിൽ നമുക്ക് കണ്ടെത്താനുള്ളത്. എന്നിട്ട് ഈ ഫിനോമിനയുടെ ഉദ്ദേശം എന്ത്? എന്തിനു വേണ്ടിയാണ് സൃഷ്ടി എന്നൊരു ചോദ്യം
വേദത്തിൽ സർവത്ര ഉണ്ട്. പക്ഷെ അതിൻ്റെ ഉത്തരം അവിടെ ഇവിടെയായിട്ട് പരോക്ഷമായിട്ട് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. അതെല്ലാം കൂടി ഒന്ന് നമ്മൾ സമന്വയിച്ച് നോക്കിയാൽ മനോഹരമായ ഒരു കാഴ്ചപ്പാട് ബ്രഹ്മാണ്ടത്തെക്കുറിച്ച് കിട്ടും. ആ കിട്ടുന്നത് മാത്രയിൽ തന്നെ നമുക്കൊരു ടോട്ടൽ ഫ്രീഡം തോന്നുകയും ചെയ്യും. ഇപ്പം നാളെ കല്യാണവും മറ്റാണല്ലോ, ഇനി പന്തലുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സത്യമാണോ, അങ്ങനെ നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മാവൻ വരികയാണ്. മക്കളെ എല്ലാവരും വരൂ, എല്ലാവരും വന്നു, അപ്പോൾ കല്യാണമല്ലേ നാളെ, അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ, അതാ അമ്മാവൻ ഞങ്ങളെല്ലാം കൂടി വിഷമിച്ചിരിക്കുന്നത്, എങ്ങനെയപ്പോൾ പന്തലുണ്ട്, രാത്രി എത്ര അധ്വാനിച്ചാലും ഈ പണി തീരും തോന്നില്ല. ഒന്നും പഠിക്കേണ്ട മക്കളെ, ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അവർ രാവിലെ വരും, അരമണിക്കൂറിന് പന്തലൊക്കെ റെഡിയാക്കി ശാപ്പാടൊക്കെ വേറൊരു ഹോട്ടലിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ കൃത്യസമയം താലുകെട്ട് കഴിയുമ്പോഴേക്ക് വാനിൽ സാപ്പാടുകളൊക്കെ ഇവിടെ എത്തി, അവർ തന്നെ മേശയും കസേലയും കൊണ്ടുവന്നൊക്കെ റെഡിയാക്കി നമ്മൾ തിന്നാൽ മാത്രം മതി. അത് കഴിഞ്ഞ് അവരെ മടക്കി കൊണ്ടുപോയിക്കോളും. എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് റിലാക്സേഷനായി. അത് ശരി, അപ്പോൾ നമ്മളൊന്നും ചെയ്യണം, നിങ്ങൾ ശാപ്പാട് കഴിക്കുക, ഇതൊക്കെ കാണുക, എൻജോയ് ചെയ്യുക, അത്രയും. ഇതുപോലൊരവസ്ഥയാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ, ഈ ബ്രഹ്മാണ്ടത്തിൽ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വിഷയമാണത്. അത് 6ാമത്തെ ദിവസം നമുക്ക് സംസാരിക്കാനുള്ളതാണ്. പിന്നെ അതിന് മുമ്പുള്ള ദിവസം ഋതംഭരാബുദ്ധി എന്ന് പറഞ്ഞ ബുദ്ധിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് ആ ദിവസം പറയാം. അതിൻ്റെ പ്രൈമറി മുതലേ പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഭൗതികവും ആത്മീയവും തമ്മിൽ ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി അപ്പുറം കടന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അപ്പോൾ നമ്മൾ അന്യ നാട്ടിൽ പെട്ടുപോയി എന്ന് വയ്ക്കുക, കയ്യിൽ യാതൊന്നുമില്ല, വിസയില്ല, പാസ്പോർട്ടും ഇല്ല, ഒരു വസ്തുവില്ല. ഏത് നിമിഷത്തിൽ നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇരുട്ടറയിൽ വളരെയധികം ദുരന്തങ്ങൾ അനുഭവിക്കത്തക്ക വിധത്തിലുള്ള ഇരുട്ടറയിൽ കൊണ്ടിടുക ചെയ്യുക. പിന്നെ ആരും നമ്മളവിടെ ഉള്ളത് തന്നെ നാട്ടുകാരും വീട്ടുകാരും ഒന്നും അറിയില്ല. അവിടെ കിടന്ന് നശിക്കുകയുള്ളൂ, മരിച്ചു പോവുകയുള്ളൂ. എത്രയോ കാലം മുമ്പ് ജയിലിലാക്കിയുള്ള എത്രയോ പട്ടാളക്കാർ ഇപ്പോഴും അവിടെ വളരെയധികം മൃതപ്രായരായിട്ടിരിക്കുന്നു എന്ന് ഈ ഇറാഖിലെ സംഭവമൊക്കെ നമ്മൾ പേപ്പർ വായിക്കുക. ഇതുപോലെയാണ്. നേരെ മറിച്ച് ഇങ്ങനെ അന്യ സ്ഥലത്ത് പെട്ടുപോയാൽ എന്താണോ സ്ഥിതി, അതുപോലെ നമുക്ക് ഒരു ബൗണ്ടറി, നേരെ മറിച്ച് അവർ പിടിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ബൗണ്ടറി ഇപ്പുറം കടന്നു എന്ന് വയ്ക്കുക, പിന്നെ അവർക്ക് തൊടാൻ അവകാശമില്ല. നമുക്ക് ഇപ്പുറം നിന്ന് അവരോട് കളിയാക്കുകയൊക്കെ ചെയ്യും. ഞങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഹിമാലയ യാത്രയ്ക്ക് പോയപ്പോൾ 40 ദിവസം ഹിമാലയ യാത്രയ്ക്ക് പോയപ്പോൾ ഗോരഖ്പൂറിന് അങ്ങോട്ട് പോയി ബുദ്ധ എയർപോർട്ടിൽ വെച്ചിട്ടാണ്, അവിടുന്നാണ് വിമാനം കയറി കാഠ്മണ്ഡുവിലേക്ക് പോയത്. അപ്പോൾ അവിടുന്ന് ബൗണ്ടറീൻ്റെ അടുത്തെത്തി. ബൗണ്ടറി വരെ ഞങ്ങളൊരു ബസ് കൊണ്ടാക്കി, അവർ ജീപ്പുകളാണ് കൊണ്ടാക്കി. അവിടുന്ന് അങ്ങോട്ട് കടന്നിട്ട് അപ്പുറം കടന്നപ്പോൾ പിന്നെ ഞങ്ങൾ അന്യരായി. കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ രക്ഷ. നേരെ മറിച്ച് അവിടുന്ന് ഏതാനും വരെ ഇപ്പുറം എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഭൗതികത്തിൻ്റെ സകല മാരകമായ ആക്രമണങ്ങൾക്കൊക്കെ വിധേയമായിട്ടുള്ള ഒരവസ്ഥയാണ് നമുക്ക് ഈ ഭൗതികത്തിൽ. അതിൻ്റെ ഒരു ബൗണ്ടറി ഉണ്ട്. ബൗണ്ടറിൻ്റെ അക്കരെ കടന്നു കഴിഞ്ഞാൽ ഈ ഭൗതികത്തിനൊന്നും തന്നെ ഒരു വസ്തും ചെയ്യാനുള്ള കഴിവില്ല. നമ്മൾ വളരെ സേഫാണ്. തീയിൽ കൂടെ ചിരിച്ചുകൊണ്ട് നടക്കാൻ പറ്റും, തീ പൊള്ളില്ല. ആകാശത്തൂടെ പറക്കണേയും പറക്കാം, വെള്ളത്തിനാണെന്ന് യാതൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ. അങ്ങനത്തെ ഒരു അവസ്ഥ ഈ പഞ്ചഭൂതാത്മായ ദേഹത്തിൽ ഇരിക്കെ തന്നെ സാധ്യമാണെന്നാണ് തെളിയിക്കുന്നത്. അപ്പം അങ്ങനെ ആ ബൗണ്ടറിയെ കുറിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ ഋതംഭരാബുദ്ധി എന്ന് പറയുന്നത്. അതറിയണം നമുക്ക്, എന്നാലേ ആത്മീയവും ഭൗതികവും തമ്മിലുള്ള ഡിമാർക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലാവും. അത് കടന്നവർ മാത്രം മഹാത്മാക്കളും, അത് കടക്കാത്തവർ എത്ര പാണ്ഡിത്യം ഉണ്ടെങ്കിലും സാധാരണ പ്രാരബ്ധം ചുമക്കുന്ന ആളുകൾ മാത്രമായിട്ടാണ് ഇരിക്കുക എന്നാണ്. അപ്പം അങ്ങനെ പിന്നെ ധർമ്മസങ്കല്പമാണ് ഭഗവത്ഗീതയിലുള്ള ധർമ്മസങ്കല്പം. ധർമ്മം 4 തട്ടുകളിലായിട്ടാണ് എല്ലാ ശാസ്ത്രങ്ങളും കൂടി ആറ്റിക്കുറിക്കാൻ വിവരിക്കപ്പെടുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. പിന്നെ മോക്ഷ സങ്കല്പം ഭാഗവതം. പിന്നെ നാളത്തെ നമ്മുടെ വിഷയം മനഃശാസ്ത്രമാണ്, മഹാഭാരതത്തിലെ മനഃശാസ്ത്രം. അത് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മനഃശാസ്ത്ര ഗ്രന്ഥം ഏതാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇത്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മനഃശാസ്ത്ര വിഭാഗത്തിലെ തലവനായിട്ട് ഒരിക്കൽ മഹാഭാരതത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇതുമായി ഞങ്ങളൊരു ഡ്രഗ്ലെസ് മെഡിക്കൽ ക്യാമ്പിന് പോയിരുന്നു, ബനാറസിലും ഡൽഹിയിലും. ആ സമയത്ത് എന്നെയും കൊണ്ടുവരുന്നവർ അസസ് ചെയ്യാൻ വേണ്ടി ഒരു ഡ്രഗ്ലെസ് മെഡിക്കൽ ക്യാമ്പാണല്ലോ. അപ്പോൾ അത് ഡിസീസ് മാറുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ. അപ്പോൾ പോയ സമയത്ത് ഒരു ദിവസം ഞങ്ങൾ ഗംഗാനദി നേരത്തെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മനഃശാസ്ത്രത്തെക്കുറിച്ച് ഒരു ചെറിയ ചർച്ചയാണ്. അതിൽ മഹാഭാരതത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ ദാറ്റ് ഇസ് ഓൺലി എൻ എപ്പിക് എന്ന് പറഞ്ഞിട്ട് അയാൾ വിട്ടു. അപ്പോൾ ഒരു കഥ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന്. കഥ പറഞ്ഞ് അതിൻ്റെ അന്തരാർത്ഥം കൂടി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ അത്ഭുതമായി. എന്നാൽ പിന്നെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ അവരുടെ സൈക്കോളജി വിഭാഗത്തിൽ സീരീസ് ഓഫ് ലെക്ചേഴ്സ് വേണം മഹാഭാരതത്തെക്കുറിച്ച് എന്ന് അദ്ദേഹം പറഞ്ഞു.
അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ ഇൻട്രഡക്ഷൻ പറഞ്ഞു, ഇനി ബാക്കി അങ്ങ് പറഞ്ഞ് തീർക്കാമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അത്ഭുതകരമായിട്ടുള്ള കുറേ വസ്തുതകൾ ജീവിതത്തെ സ്പർശിക്കുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സമൂല പരിവർത്തനം വരുത്തുന്നതുമായിട്ടുള്ളതാണ്. അപ്പം അറിവുണ്ടായി ഏൽപ്പിക്കലല്ല അറിവൊന്നും, ഒരു പണി ഏൽപ്പിക്കലല്ല അറിവെന്ന് പറഞ്ഞാൽ. ജ്ഞാനശാസ്ത്രം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന മാത്രയിൽ കുളിച്ച് ശുദ്ധാവുന്ന മാതിരി അപ്പം തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാവണം. അതായത് പലതും നമ്മുടെ ഉത്തരവാദിത്തം അല്ല എന്നൊരു അനുഭവം ഉണ്ടാവണം. ഇപ്പോൾ വക്കീൽ നോട്ടീസ് വന്നു, നമുക്ക് വന്നിട്ട് 19-ാം തീയതി ഹാജരാകാൻ പറഞ്ഞു. എന്താണ്, ഒരു കൊലക്കുറ്റം നടന്നിട്ടുണ്ട്, അതിൽ പ്രതി നിങ്ങളുമായിട്ട് വളരെയധികം അടുത്ത് പരിചയമുള്ള ആളാണ്, അതുകൊണ്ട് കൊലക്കുറ്റത്തിൽ നിങ്ങളും കൂടി ഒരു ഭാഗവാക്കാണെന്ന് അസന്നിഗ്ധമായി തെളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞൊരു കത്ത് കിട്ടുക. കിട്ടിക്കഴിഞ്ഞാൽ അന്ന് രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, ആഹാരം കഴിക്കാൻ പറ്റില്ല, എന്തോ വല്ലാത്തൊരു മനസ്സിന് ആക്കൊരു വിഷമമുണ്ടാവും. എങ്ങനെ ഇതിന് രക്ഷപ്പെടാം, എന്താ ഇപ്പോൾ ഇതിന് മാർഗം എന്ന് പറഞ്ഞിട്ട് മാരകമായിട്ടുള്ളൊരു ഭീഷണിയായി തോന്നുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വക്കീൽ വന്നിട്ട് പറയുകയാണ് നമ്മളോട്. വക്കീൽ വളരെ വിശേഷപ്പെട്ട ഒരു വക്കീൽ, നമ്മളെ പരിചയമില്ല, പക്ഷേ നമ്മളെ പരിചയക്കാരനായിട്ടുള്ള ഒരാൾ പറഞ്ഞ് ഏൽപ്പിച്ചാണ്. അദ്ദേഹം വന്നിട്ട് പറയാം, നിങ്ങളൊന്നും പേടിക്കേണ്ട കേട്ടോ, ഇതിനൊന്നും ഒരു തെളിവുമില്ല, ഇവിടെ വെറുതെ അവർ കുത്തിക്കൂട്ടി ഉണ്ടാക്കിയാണ്, പക്ഷേ അതിനൊക്കെ മറിച്ചിടാനുള്ള എല്ലാ എവിഡൻസും എൻ്റെ അടുത്തുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കോടതിയിൽ വരികയും വേണ്ട, ഒരു വസ്തു വേണ്ട, നിങ്ങൾ ഇത് ഒപ്പിട്ട് തന്നാൽ മതി, ഞാനേ കൂടെ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ പകുതി സമാധാനമായി. പിന്നെ കേസ് തള്ളിപ്പോയി എന്ന് കേൾക്കുന്ന വരെ പകുതി വിഷമമുണ്ടാവും. ആ പകുതി വിഷമം ഇപ്പം തന്നെ 50% ഇപ്പം തന്നെ കേൾക്കുമ്പോൾ തീർന്നു കിട്ടി. ഇതുപോലെയാണ് ജ്ഞാനശാസ്ത്രങ്ങൾ നമ്മളോട് പറയുന്നത്. നമ്മൾ ഉത്തരവാദിത്വം, നമ്മൾ പ്രതിയല്ല, വാസ്തവത്തിൽ നമ്മൾ സാക്ഷി മാത്രമാണ്. സാക്ഷിക്ക് ശിക്ഷ അല്ല, പ്രതിക്ക് കക്ഷിക്ക് മാത്രമേ ശിക്ഷ ഉള്ളൂ. നമ്മൾ കക്ഷിയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, സാക്ഷിയാണ് വാസ്തവത്തിൽ. അതൊന്ന് ബോധ്യപ്പെടുത്തുക, ഇത്രയാണ് ചെയ്യുന്നത്. ഇതാണ് ഭാഗവത്തിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു ഭാഗം. ഇന്നിപ്പോൾ ഗുണനിരൂപണം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചെറിയൊരു ടോപ്പിക്ക് മാത്രമാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷേ നമ്മളതിനെക്കുറിച്ച് വേണ്ടത്ര ചിന്തിച്ചില്ല. ഞാൻ ഓർത്തില്ല കേട്ടോ, അങ്ങനെ ആവായിരുന്നു എന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ നിങ്ങൾ ആദ്യം പിന്നെ അവിടെ പോയി പിന്നെ അവിടെ വരുന്നതിന് പകരം ആദ്യം ഇവിടെ വന്നിട്ട് പിന്നെ അവിടെ പോകായിരുന്നില്ലേ. കാരണം ഇവിടെ കുട്ടിയുടെ കല്യാണ നിശ്ചയമൊക്കെ ഉണ്ട്. നിശ്ചയം കഴിഞ്ഞ് അവിടെ 4 മണിക്ക് വേറൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചെന്ന് ഒരു ചായ കുടിച്ച് വരാം, എന്നാൽ പിന്നെ അവിടെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഇവരോട് പറയാം, അവിടെ പോകുന്നതിന് ബദൽ ആദ്യം ഇവിടെ വന്നിട്ടുണ്ടായത് ഈ ചടങ്ങിൽ പങ്കെടുക്കായിരുന്നല്ലോ. അയ്യോ, അത് ഞാൻ ആലോചിച്ചില്ല. ഇങ്ങനെ പലതും നമ്മൾ നിസ്സാരമായിട്ടുള്ള കാര്യം ആദ്യം ചെയ്യേണ്ട അവസാനം ചെയ്യേണ്ട ആദ്യം ചെയ്തിട്ട് വളരെയധികം അബദ്ധങ്ങൾ. അത് ഒന്ന് മാറ്റി സങ്കല്പിച്ചാൽ ബുദ്ധിപൂർവ്വം എന്ന് പറയാം. പൂർവ്വം എന്ന് പറഞ്ഞാൽ ആദ്യം നിർത്തും. ഫസ്റ്റ് ഓഫ് ഓൾ ബുദ്ധിയെ ആദ്യം ഉപയോഗിച്ച് പിന്നെ കർമ്മം ചെയ്യുകയാണെന്ന് വെച്ചാൽ, ബുദ്ധിപൂർവ്വം കർമ്മം ചെയ്യുകയാണെങ്കിൽ പല നിരാശകളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും, പല വേവലാതി ആശങ്കകൾ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിങ്ങനെ തിരിച്ച അറിവ് എന്നാണ് പറയും. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഒരു ചെറിയ ആഖ്യാനാണ് ഇപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഓൾറെഡി 6:55 ആയി. 7:30 വരെ, 7:15 7:15 വരെ മറ്റെന്ന് തോന്നുന്നു സമയം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. ഗുണങ്ങൾ സാധാരണയായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, 3 ഗുണങ്ങളാണ്. ഈ ഓരോ ഗുണത്തിൻ്റെ ലക്ഷണം കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. സത്വഗുണത്തിന് 2 ലക്ഷണം നമ്മൾ ഓർത്താൽ മതി. സത്വഗുണം എന്ന് പറഞ്ഞാൽ സ്വരൂപജ്ഞാനം, സ്വാതന്ത്ര്യം, ഇത് രണ്ടുമാണ് സത്വഗുണം. സത്വഗുണം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഗുണമാണ്. അതിൽ കൂടെ നോക്കിയാൽ നമുക്ക് സ്വരൂപജ്ഞാനം ഉണ്ടാവും. സ്വരൂപജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടത്തിൽ ഒന്നും ബാധിക്കാത്ത ഒരു പെർമനൻ്റ് എൻറ്റിറ്റിയാണ് ഞാൻ എന്ന ബോധം. അത് സച്ചിദാനന്ദ സ്വരൂപ, ജ്ഞാനാനന്ദ സ്വതന്ത്ര സ്വരൂപമാണെന്നൊക്കെ നമുക്കറിയാം. അതിനെക്കുറിച്ചുള്ളൊരു ഇൻഡയറക്റ്റ് വിഷൻ നമുക്കുണ്ടാവും സത്വഗുണത്തിലിരിക്കുമ്പോൾ. ഞാൻ ആത്മാവാണെന്ന് ഇൻഡയറക്റ്റായിട്ടെങ്കിലും ഇൻഫർ ചെയ്യാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാവും എന്നർത്ഥം. അതൊന്ന്. രണ്ടാമത്തെ എന്താ, സ്വാതന്ത്ര്യം. ആ ആത്മാവിനെ ബാധിക്കാൻ ഈ ബ്രഹ്മാണ്ടത്തിലുള്ള ഒരു ഘടകത്തിനും സാധ്യമല്ല എന്നതുകൊണ്ട് നമുക്ക് ഭയവുമില്ല. അപ്പോൾ സ്വരൂപജ്ഞാനവും സ്വാതന്ത്ര്യവും ഇത് രണ്ടുമാണ് സത്വഗുണം ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ അനുഭവം. രണ്ടാമത് രജോ ഗുണം. രജോ ഗുണം ഉണരുമ്പോൾ നമ്മുടെ അനുഭവം എന്താണ്? രാഗവും ദ്വേഷവും. നമുക്ക് അഭിനിവേശം തോന്നുന്ന പദാർത്ഥങ്ങൾ മുഴുവൻ സ്വന്തമാക്കണമെന്ന് തോന്നൽ, അതിനെതിരെ നിൽക്കുന്ന ഘടകങ്ങളോട് സന്ധിയില്ല സമരം, ഏത് സാഹസം ചെയ്തിട്ടും ഏത് ദുർമാർഗത്തിൽ കൂടി അതിനെ തകർത്തിട്ട് എൻ്റെ ആഗ്രഹം സാധിക്കുക, ഇതാണ് രാഗദ്വേഷങ്ങളിൽ. രജോ ഗുണം ഉണർന്നാൽ നമ്മുടെ സ്വഭാവം. തമോ ഗുണം ഉണർന്നാലോ നമ്മുടെ സ്വഭാവം എന്താണ്? ആലസ്യം, നിദ്ര, വിസ്മൃതി. ആലസ്യം എന്ന് പറഞ്ഞാൽ ഒരു ജാഡ്യത, ഇനർഷ്യ. ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്താ ചെയ്യുക, അതിനെ കൊണ്ടാവില്ല എന്നൊരു തോന്നൽ.
കല്യാണത്തിന് പോകണമെന്നുണ്ട്, ഇന്ന് ഹോളിഡേ ആണ്, പക്ഷെ നേരത്തെ എഴുന്നേക്കണ്ടേ, ബുദ്ധിമുട്ടാണ്. അത് പോവില്ല. ജാഠ്യത, ഇനർഷ്യാണ്, പിന്നെ ഒരു സ്ലീപ്പി ആറ്റിറ്റ്യൂഡ് എല്ലാറ്റിനോടും. പോയിപ്പോൾ എന്നൊക്കെ ശരിയാണ്, പക്ഷേ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്നൊരു വാക്കിൽ എല്ലാം ഒഴിവാക്കിക്കളെ. ആലസ്യം, വിസ്മൃതി എന്ന് പറഞ്ഞാൽ അംനീഷ്യ, ഒരു ഓർമ്മയില്ല. ഞാൻ എന്തിനാണ് ജനിച്ച്, എന്താ എനിക്ക് ചെയ്യാനുള്ള, എൻ്റെ കർത്തവ്യം എന്താണ്, ഇതൊന്നും അറിയില്ല. എന്നിട്ടോ ആ കർത്തവ്യം മുടങ്ങിക്കഴിഞ്ഞ് പിന്നീട് ആലോചിക്കുമ്പോൾ ദുഃഖം വരികയും ചെയ്യാം. ഞാൻ അച്ഛനോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അച്ഛൻ സൊക്കടായി കിടക്കുമ്പോൾ മോനെ ഒരു 8 സെൻറ്റ് അടുത്ത് വന്നിരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ല. അത് പിന്നെ ദുഃഖത്തിനും കാരണമായി. മടിച്ചാൽ പോകാതിരുന്ന് പിന്നീട് ദുഃഖിച്ച് ഇങ്ങനെ കഴിയുകയും ചെയ്യാം. അപ്പോൾ ആലസ്യം, നിദ്ര, വിസ്മൃതി 3 തമോ ഗുണത്തിൻ്റെ. ഇനിയിപ്പോൾ ഈ 3 ഗുണങ്ങളും എങ്ങനെയാണ്? ഈ 3 ഗുണങ്ങളും നമ്മുടെ ഉള്ളിൽ സ്ഥിരമായിട്ട് ഉണ്ട്. 3 മുറികളുമാതിരി. ഒരു മുറി ചെന്നാൽ പുകയും എല്ലാം കൂടിയായി ശ്വാസം മുട്ടും. മറ്റേ മുറിയിലാണെങ്കിൽ സ്റ്റീരിയോ, തിന്നാനും കുടിക്കാനൊക്കെ ധാരാളം. മൂന്നാമത്തെ മുറി പോയാൽ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട്, അവിടെ ചന്ദനത്തിൻ്റെ പുക, അവിടെയുള്ള ദിവ്യന്മാരായിട്ടുള്ള ആളുകളുടെ ഫോട്ടോ, ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ഇതുപോലെയാണ്. അത് ഏത് മുറിയിലാണ് നമ്മൾ പോകുന്നത് വെച്ചാൽ അതാണ് നമ്മളെ അനുഭവം. ഓന്ത് പച്ച നിറത്തിലുള്ള ഒന്നിൻ്റെ മേലിരുന്ന പച്ച നിറവും ചുവപ്പാണെങ്കിൽ ചുവപ്പാവത് പറയുന്ന മാതിരി നമ്മൾ ഈ ഏതൊരു ഗുണത്തിലേക്കാണോ പ്രവേശിക്കുന്നത് ആ ഗുണസ്വരൂപിയായി മാറുന്നർത്ഥം. അപ്പോൾ പകൽ മുഴുവനും ഇവിടെ സൂര്യപ്രകാശമാണ്, വെളിച്ചം മാത്രമേ ഉള്ളൂ. ഇരുട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇവിടെ ഇരുട്ടില്ലേ? ഉണ്ട്. അതെപ്പോഴാണ് അറിയാം? ഈ വെളിച്ചം അങ്ങ് പോയി കഴിഞ്ഞാൽ ഇരുട്ടാണ് ഇവിടെ. അപ്പോൾ ഈ ലൈറ്റൊക്കെ ഓഫാക്കി കഴിഞ്ഞാൽ ഇവിടെ കൂരിരുട്ടാണ്. അപ്പോൾ ഇരുട്ടും ഉണ്ട്, വെളിച്ചവും ഉണ്ട്. പക്ഷേ ഏതിനെയാണോ പ്രകാശിപ്പിക്കുന്ന ആ സ്വരൂപമാണ് ഇപ്പോൾ. അപ്പോൾ സത്വത്തെ അങ്ങ് പ്രകാശിപ്പിച്ചാൽ സത്വഗുണസ്വരൂപികളാണ് നമ്മൾ. അപ്പോൾ രജസ്സും തമസും ഇല്ലേന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ടില്ലേന്ന് ചോദിക്കുന്ന മാതിരിയാണ്. ഇരുട്ടുണ്ട്, പക്ഷെ അനുഭവപ്പെടില്ല. സത്വം ഉണർന്നു കഴിഞ്ഞാൽ രജസ്സും തമസും ഉണ്ട് അവിടെ, പക്ഷെ അനുഭവപ്പെടില്ല. ഇരുട്ട് പോലെ എന്ന് നമ്മൾ സങ്കല്പിക്കണം. അതുപോലെ രജസ് ഉണർന്നാൽ അത് മാത്രമേ ഉള്ളൂ. അവിടെ സത്വമുണ്ട്, തമസും ഉണ്ട്, പക്ഷെ ഒന്നും അനുഭവപ്പെടില്ല. തമസ് ഉണർന്നാൽ രജസ്സും സത്വവും അനുഭവപ്പെടില്ല. ഏതെങ്കിലും ഒന്നേ ഒരു സമയത്ത് പ്രകാശിക്കുകയുള്ളൂ. അപ്പോൾ സത്വഗുണത്തിൽ ഞാനൊരു 17 കൊല്ലം മഹാത്മാക്കളുടെ കൂടെ സഞ്ചരിച്ചു എന്ന് വയ്ക്കാം. 17 കൊല്ലം മഹാത്മാക്കളുടെ കൂടെ സാത്വിക വൃത്തിയിൽ മാത്രം സഞ്ചരിച്ച് സ്വരൂപജ്ഞാന സ്വാതന്ത്ര്യം അനുഭവപ്പെട്ടു വയ്ക്കും. അങ്ങനെ പരീക്ഷണമൊക്കെ കഴിഞ്ഞ് എൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ പോരാന്ന് പറഞ്ഞ് പോരുന്ന സമയത്ത് ഒരു രജോ ഗുണത്തെ ഉണർത്തുന്ന ഒരു ചെറിയ കാഴ്ച കണ്ടാൽ മതി. അപ്പോൾ രജോ ഗുണം സ്വരൂപിയായി മാറും നമ്മൾ. അപ്പോൾ ഈ 17 കൊല്ലം ഞാൻ ഇത്രയും വലിയ ദിവ്യന്മാരുടെ കൂടെ നടന്ന് സാധന ചെയ്തിട്ട് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഈ നിന്ദ്യമായിട്ടുള്ള വികാരങ്ങളൊക്കെ കിടക്കുക. അപ്പം ഞാൻ നന്നായില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ദുഃഖിക്കും. നന്നായില്ല. ചിലവർ ആത്മഹത്യ ചെയ്യാറുണ്ട്. ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി, ഇനി ഞാൻ എന്തിനു ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാറുണ്ട്. കാരണം എന്താണ്? എൻ്റെ ഉള്ളിൽ മാരകമായ ഇങ്ങനത്തെ വാസന ഉണ്ടാവുകൊണ്ട് ഈ വാസനയും കൊണ്ട് എങ്ങനെ ഞാൻ ജീവിക്കുക ഈ ലോകത്ത്? ഇനി തറവാടിനും കുടുംബത്തിനും ഒന്നും ചീത്തപ്പേര് വരുത്താതിരിക്കാൻ വേണ്ടി ഞാൻ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ നാട് വിടുകയാണ് എന്ന് പറയുന്ന എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ വാസ്തവത്തിൽ എന്താ സംഭവം? രജോ ഗുണത്തെ ഉണർത്താനുള്ളൊരു സംഭവം ഉണ്ടായാൽ, ഒരു സംഭവം സംഭവിച്ചാൽ, ഒരു കാഴ്ച കണ്ടാൽ, ഒരു വാക്ക് കേട്ടാൽ, ഒരു പദാർത്ഥം കണ്ടാൽ മതി, ആ വികാരത്തെ ഉണർത്തുക. വികാരസ്വരൂപിയായി മാറി നമ്മൾ. സത്വത്തിൻ്റെ തമസിൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല. തന്നെ രജോ ഗുണസ്വരൂപിയായി മാറി. അങ്ങനെ രജോ ഗുണ സ്വരൂപിയായിട്ട് നമ്മൾ വളരെ നിന്ദ്യവും നീച്ചമായിട്ടുള്ള ജീവൻ നയിച്ചു കൊണ്ടിരിക്കുന്ന ആളാണെന്ന് വയ്ക്കുക. സത്വഗുണത്തെ ഉണർത്താനുള്ള ഒരു കാഴ്ച കാണുക, ഒരു സംസർഗം ഉണ്ടാവുകയെ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാവുകയെ ചെയ്താൽ ഉടനെ നമ്മൾ സാത്വിക ഗുണമുള്ള ആളായി മാറും. വളരെ പരമ സ്വതന്ത്രനായിട്ട് ശാന്തനായിട്ട് സ്വരൂപജ്ഞാന സ്വാതന്ത്ര്യമുള്ള ആളായി മാറുകയും ചെയ്യും അപ്പം തന്നെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, ഞാൻ നന്നായില്ല എന്നോ ഞാൻ നന്നാവില്ല എന്നോ എനിക്ക് ഇതൊന്നും ശരിയാവില്ല, ഞാൻ അതിനൊന്നും മാത്രം ആയിട്ടില്ല എന്നൊക്കെ നമ്മൾ ധരിക്കാൻ കാരണം സത്വരജസ് തമോ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ 3 ശാശ്വതമായിട്ട് ഒരേ അളവിലിരിക്കുന്നു എന്നുള്ള തത്വം അറിയാത്തതുകൊണ്ടാണ്. അത് ഏതൊന്നിനെ ഉണർത്താനുള്ള സാഹചര്യം വരുന്നു അപ്പം അത് ഉണരും. ഉണർന്നാൽ നമ്മൾ ആ സ്വരൂപിയായി മാറും എന്ന് വിചാരിച്ച് നമ്മൾ എന്നും ആ സ്വരൂപിയാന്ന് അർത്ഥം വരുന്നില്ല. മറ്റേ ഗുണത്തെ എപ്പോൾ ഉണർത്തുന്നു ആ സമയത്ത് നമ്മൾ അതും ആവും. മൂന്നാമത്തെ ഗുണത്തെ ഉണർത്തുന്ന സമയത്ത് നമ്മൾ ആ ഗുണസ്വരൂപിയായി മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് എന്താണ്? വളരെ സ്വാതന്ത്ര്യമാണ്. എന്താ ആവേണ്ടത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഒരു കാഴ്ച വേണ്ടി ഒരു ഫോട്ടോ നോക്കിയാൽ മതി. സാത്വിക വൃത്തിയെ ഉണർത്തുന്ന ഒരു ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ സത്വഗുണമായി. രമണ മഹർഷി ഇരുന്ന് ഇങ്ങനെ തപസ് ചെയ്യുന്നു.
അവിടെ ഇരുന്ന് ഇങ്ങനെ എല്ലാവരെയും നോക്കി ഇങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ രമണ മഹർഷി ചിത്രം കണ്ടാൽ പ്രസ്ഥലേമന സ്വസ്ഥതാക്രിയ അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സാത്വിക വൃത്തി നമ്മുടെ ഉള്ളിലുണ്ട് ഉണരും. നേരെ മറിച്ച് രജോ ഗുണം ഉണർത്തുന്ന ഒരു പടം നോക്കിക്കൊണ്ടിരുന്ന രജോ ഗുണ സ്വരൂപിയായി മാറും. തമോ ഗുണം ഉണർത്തുന്ന ഒരു പടം കണ്ടു കഴിഞ്ഞാൽ തമോ ഗുണ സ്വരൂപിയായി മാറും. ഒരു വാക്ക് മതി സത്വത്തെ ഉണർത്തുന്ന ഒരു വാക്ക് കേട്ടാൽ സാത്വിക വൃത്തിയായി. രജോ ഗുണത്തെ ഉണർത്തുന്ന ഒരു വാക്ക് കേട്ടാൽ രജോ ഗുണ സ്വരൂപിയായി. വൃത്തി സാരൂപ്യം എന്നാണ്. വൃത്തിയുടെ സ്വരൂപിയായി മാറി. അല്പമെങ്കിലും മറ്റത് ബാക്കിയുണ്ടെന്ന് തോന്നില്ല. നേരം വെളിച്ചായി കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചാൽ 11 മണിയായി. വെട്ടിത്തിറങ്ങുന്ന സൂര്യപ്രകാശത്തിൽ കുറച്ചിരിട്ട് അവിടെ ഇവിടെയുണ്ട് എന്നാരെങ്കിലും പറയാറുണ്ടോ? കംപ്ലീറ്റ് ഇല്ല, അനുഭവപ്പെടില്ല. അതുപോലെ സിൻസൈറ്റി എന്ന് പറയും, ഓൾ ഓർ നൺലോ എന്ന് പറയും. ഐതർ ഈ രൂപം കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ സ്വരൂപം തന്നെ അതായി മാറും. ഓന്ത് നിറം മാറുന്ന മാതിരി നമ്മൾ മാറും എന്ന് വിചാരിച്ച് നമ്മൾ നിരാശപ്പെടേണ്ട. അപ്പം നമ്മൾ രജോ ഗുണം സ്വരൂപിയായില്ല, അതിന് കാരണം അതാണ്. അയാൾ എന്നോടൊരു വാക്ക് പറഞ്ഞു, അപ്പോഴാണിത്. അപ്പോൾ ഇതിന് മറ്റേ ഉടനെ സാത്വികത്തിൻ്റെ ഒരു ഭാവം വന്നാൽ മതി. നമ്മൾ വളരെ തളർന്ന് വരവശനായി മൂഡ് ഓഫായി ഒക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു മഹാത്മാവിൻ്റെ അടുത്ത് പോയി 2 മിനിറ്റ് ഇരുന്നാൽ വളരെ ജി ബാലകൃഷ്ണൻ നായരുടെ അടുത്ത് പോയി 10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നമുക്ക് പിന്നെ ഒന്നുമില്ല, ലോകമല്ല, ആകെ വസ്തു ഒന്ന് മാത്രമേ ഉള്ളൂ, അതിനൊരു കുഴപ്പമൊന്നും വരെ വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. അതാണ് ഞാൻ, ബാക്കിയൊക്കെ വെറും തോന്നൽ മാത്രമേ ഇല്ലാത്തത് എന്ന് അദ്ദേഹം ഒരു 3-4 വാചകം പറയുമ്പോഴേക്കും നമ്മളെല്ലാം കഴിഞ്ഞു. പിന്നെ സുഖമായിട്ട് നിൽക്കും. പിന്നെ അയാളെ ജ്ഞാനവും കേൾക്കണ്ട. പിന്നെ ജ്ഞാനശാസ്ത്രം അയാളോട് വല്ലതും ചോദിക്കുകയോ മനസ്സിലാക്കുകയോ അതിനുള്ള മനസ്സും കൂടി കെട്ടടങ്ങിപ്പോയി. സംശയമൊക്കെ തീർന്നു. മനസ്സ് ശാന്തമായപ്പോൾ പിന്നെ എന്ത് സംശയം? സാത്വിക വൃത്തിയായെന്ന് പറഞ്ഞു. സാത്വിക വൃത്തിയായി കഴിഞ്ഞാൽ സ്വരൂപജ്ഞാനം ഉള്ളിൽ കാണാനുണ്ട്. അത് പരമസ്വാതന്ത്ര്യമാണ്, കൃപ. ഇനി അതിനൊന്നും കിട്ടേണ്ടതായിട്ടില്ല, അതിനെ അനുഭവിക്കാനില്ല. കർത്തവ്യമില്ല, ഭോക്തവ്യമില്ല, പ്രാർത്ഥവ്യമില്ല, ഇഷ്ടമില്ല, അനിഷ്ടമില്ല, ശരിയില്ല, തെറ്റില്ല, വിധിയില്ല, നിഷേധമൊന്നുമില്ല. അപ്പോൾ ഇതിനെന്താ? വിശ്രാന്തിയായി. ബാലകൃഷ്ണനായരുടെ എന്നാൽ ശുദ്ധ സാത്വിക ഭാവത്തിൽ വിശ്രാന്തി എത്ര വേണമെങ്കിലും അനുഭവിക്കാൻ പറ്റും. നേരെ മറിച്ച് വേറെ ചില ആളുകൾ, ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയം പറയുന്ന ചില ആളുകൾ വലിയ തത്വങ്ങൾ പറയുകയും വെറും സ്വാർത്ഥത മാത്രം അതിൻ്റെ ലക്ഷ്യം എന്ന് എല്ലാവർക്കും വ്യക്തമാവുകയും ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മളുള്ളിൽ രജസ് ഇങ്ങനെ ഉണരും. പിന്നെ ചോക്കും നമ്മളെല്ലാം കൂടി രജോ ഗുണം ഉണർത്തും. രജോ ഗുണ സ്വരൂപിയായി. അങ്ങനെ അപ്പോഴേക്ക് എല്ലാവരും കൂടി അതിനെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ ആകെ താട്ടി തകർക്കണം തോന്നും. അത് രജോ ഗുണ സ്വരൂപിയായി. നമ്മൾ ഇതുവരെ വേദാന്തം പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമ്മളൊന്നും നന്നായിട്ടില്ലല്ലേ എന്നല്ല പറയേണ്ടത്. രജോ ഗുണം എപ്പോൾ വേണമെങ്കിലും ഉണർത്താം. ഒരു നൂപുരനാദം കേട്ടു മേനകയുടെ, രജോ ഗുണം ഉണർന്നു വിശ്വാമിത്രൻ്റെ. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ തപസ്സൊക്കെ രണ്ടാമത് പിന്നെ വീണ്ടും തപസ് ആരംഭിച്ചപ്പോഴാണ് ഒരു കുയിലിൻ്റെ നാദം കേട്ടത്. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു. കുയിലിൻ്റെ നാദം കേട്ടപ്പോൾ അന്ന് പണ്ടത്തെ സംശയമുണ്ട്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. പിന്നെ രംഭല്ലേ എന്ന് വെച്ചു. ഉടനെ പറന്ന് രക്ഷപ്പെട്ടു പോയത്. ദേവേന്ദ്രൻ പിന്നാലെ വന്നിരുന്നു, പേടിച്ച് പോവുക ചെയ്തു. അപ്പോഴേക്കും മനസ്സിലായി ഇത് ഒരാൾ പറ്റിക്കാൻ വന്നതാണ് നേരത്തെ മാതിരി. അതുകൊണ്ട് രജോ ഗുണത്തിന് അടിമപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട് സത്വത്തെ തന്നെ പിടിച്ചു നിർത്തി വിവേകം കൊണ്ടു. ഇങ്ങനെയാണ് പരമേശ്വരന് ഒരു സെക്കൻഡ് സമയം അദ്ദേഹം ധ്യാനിച്ച് സാത്വിക വൃത്തി പരിപൂർണ സ്വരൂപത്തിലായി സ്വരൂപജ്ഞാനം സ്വാതന്ത്ര്യം സ്വരൂപിയായിട്ട് ഇരിക്കുകയായിരുന്നു പാർവതിയും തോഴിയും കുളിക്കാൻ പോയ സമയത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താളി മറന്നിട്ട് തോഴി തിരിച്ചു വരുന്നത്. ഒരു മാഗ്നറ്റിക് വേവ് മേലടിച്ച് പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ രജോ ഗുണ സ്വരൂപിയായി മാറിയതേ. മറ്റ് ഇന്ദ്രജിത്തിൻ്റെ ജന്മത്തിന് കാരണമായിട്ടുള്ള കഥകളൊക്കെ നമുക്കറിയാം രാമായണത്തിൽ. അവിടെ വെച്ച് തോഴിക്ക് ഒരു ഉപദേശം കൊടുക്കും ശിവൻ. അതിൽ അദ്ദേഹം ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് കാമശാസ്ത്രം അവിടെ വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പം എന്താണ്, ഇപ്പോൾ വേണമെങ്കിലും രജോ ഗുണം ഉണരാം എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് ശിവനൊരു കുറ്റബോധമൊന്നും ഉണ്ടായില്ല. ഞാനിങ്ങനെ പാർവതി 2 മിനിറ്റ് കഴിഞ്ഞാൽ വരുന്നതാണ്, അപ്പോഴേക്കും ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തതൊന്നും അദ്ദേഹത്തിന് തോന്നിയില്ല. കാരണം രജോ ഗുണം ഉണരാനുള്ള ഒരു സാഹചര്യം വന്ന് ഉടനെ രജോ ഗുണ സ്വരൂപിയായി. കാരണം പ്രപഞ്ചത്തിൻ്റെ സംവിധാനം അങ്ങനെയാണ്, ആരുടെ കുറ്റമല്ല. ഏതുമേ വേണ്ട, കേവലം സ്വാഭാവികം. മഹാഭാരതത്തെ പറയുന്നുണ്ട്, ഒരു ഇതും വേണ്ട, സ്വാഭാവികമാണ്. അതിൻ്റെ സ്വഭാവം കാണിക്കും. പരിചയമില്ലാത്ത ഒരാളെ കണ്ട നായ, അതെന്താ നായ ഇങ്ങനെ പറയട്ടെ, അതിൻ്റെ സ്വഭാവം കാണിക്കുന്ന അതുപോലെയുള്ളൂ. രജോ ഗുണത്തിൻ്റെ ഒരു ചെറിയ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ രജോ ഗുണ സ്വരൂപിയായി മാറി. പാരിജാതം അസ്ഥാനത്ത് കണ്ട സമയത്ത് മഹർഷിക്ക് പെട്ടെന്ന് രജോ ഗുണത്തിൻ്റെ കാഠിന്യം അങ്ങ് വർദ്ധിച്ചു, ശപിച്ചു. പാലാഴി മതത്തിൻ്റെ കഥയൊക്കെ നമുക്കറിയാം. അതുപോലെ നാട്ടിലൊക്കെ ഇരുന്നാൽ ശരിയാവില്ല, ധ്യാനിക്കാൻ കുറച്ച് ഇൻറ്റീരിയർ ഫോറസ്റ്റ് പോകണമെന്ന് പറഞ്ഞിട്ട് നാരദ മഹർഷി പോയി. ഒരു വനത്തിൽ പോയൊരു നദിയുടെ തീരത്തിരുന്നിട്ട് ആസനം ബന്ധിച്ചിരുന്ന് തപസ് ചെയ്യാൻ തുടങ്ങി. ഒരു ചെറിയൊരു കളകളാരവം കേട്ട സമയത്ത് അത് കർണപുടങ്ങളിൽ കൂടി അകത്തി എന്ന് ഉണർത്തി.
നോക്കിയ സമയത്ത് ഒരു കാഴ്ച കണ്ട് ഉടനെ രജോഗുണ സ്വരൂപിയായി മാറി. കുംഭമുനിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള കഥ നമുക്കറിയാം. അങ്ങനെ എന്താ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? അതുപോലെ വൃന്ദയുടെ പാതിവൃത്യം നശിക്കാൻ വേണ്ടി താൽക്കാലികമായി രജോ ഗുണത്തെ ആവാഹിച്ചെടുത്ത വിഷ്ണുവിൻ്റെ കഥ നമുക്ക് കാണാൻ പറ്റും. ആ വൃന്ദയുടെ ശാപം കൊണ്ട് അതേ സ്ഥലത്ത് വെച്ച് സീതാദേവി രാമന് നഷ്ടപ്പെട്ട് വിധത്തെ ജന്മം അവിടുത്തെ ശാപം കൊണ്ടായിരുന്നു നമുക്കറിയാം. അങ്ങനെ പുരാണങ്ങളിൽ സർവത്ര ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്തിനാ വെച്ചാൽ, ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ സാഹചര്യം സാത്വിക ഭാവത്തെ ഉദ്ദീപിക്കുന്ന സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ പെട്ടെന്ന് സാത്വിക ഭാവം ഉണരും. താമസിക്കുകയാണെങ്കിൽ അത് ഉണരും. ഇപ്പോൾ സ്വന്തം മകൾ വരുന്ന സമയത്ത് സാത്വിക ഭാവമാണ് നമുക്ക്, വെറും സാത്വിക ഭാവത്തിലാണ് മകളോട് പെരുമാറുക. അത് കഴിഞ്ഞ് പിന്നാമ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കാഴ്ച കണ്ട രാജസീയ ഭാവം അപ്പം തന്നെ ഉണർന്നുകൊണ്ട് വരാം. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആരുടെയും കുറ്റമല്ല, ഞാൻ ഇത്തിരി മോശമാണെന്ന് ആരും വിചാരിക്കേണ്ട, ഞാൻ കുറച്ച് നല്ല ആളാണെന്ന് വിചാരിക്കണം. ഞാനെപ്പോഴും ആശ്രമത്തിലൊക്കെ പോയി ഭഗവാനെയൊക്കെ കണ്ട് ഇങ്ങനെ ഈ ഭഗവത് ഭക്തിയിലൊക്കെ നടക്കുക. എനിക്ക് മനസ്സിന് ദോഷമൊന്നും അങ്ങനെ തീണ്ടിയില്ല, ഞാൻ കുറച്ച് നല്ല ആളാണെന്ന് വിചാരിക്കാം. എവിടെയെങ്കിലും ഒരു സന്ദർഭത്തിന് വെച്ചിട്ട് രജോ ഗുണത്തെ അല്ലെങ്കിൽ തമോ ഗുണത്തെ ഉണർത്തുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, അപ്പോൾ ഇത്രയും കാലം ഞാൻ അധ്വാനിച്ചിട്ട് ഞാൻ എവിടെ എത്തിയില്ല എന്നോ, ആ ഇൻ്റർപ്രിട്ടേഷനാണ് തെറ്റ് എന്നാണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത്. അങ്ങനെ നമ്മൾ റോങ് കാൽക്കുലേഷൻ ഉണ്ടാക്കാൻ കാരണം ശാസ്ത്രീയമായുള്ള സത്യം നമുക്ക് വെളിവായി കിട്ടാത്തതുകൊണ്ടാണ്. രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം അത് നാച്ചുറലായിട്ട് എല്ലാവരിലും ഉള്ളതാണ്. ഇപ്പോൾ 100 ഡിഗ്രി വരെ ചൂടാക്കി കഴിഞ്ഞാൽ വെള്ളം തിളയ്ക്കുന്നുള്ളൊരു നാച്ചുറൽ ലോ ആണ്. വെള്ളം തിളക്കരുതെന്നുണ്ടെങ്കിൽ 100 ഡിഗ്രി ആവാതെ നോക്കുക, വിറകിട്ട് കൊടുക്കണ്ട, കത്തിക്കേണ്ട, അത്രയും. അതുകൊണ്ട് സാത്വിക ഭാവത്തിൽ നമുക്ക് നമ്മളെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ യാതൊരു പ്രയാസവുമില്ല. സാത്വിക ഭാവത്തെ ഉണർത്തുന്ന സാഹചര്യത്തെ മാത്രം ആശ്രയിച്ച് നടന്നാൽ മതി. അങ്ങനെയുള്ള വാക്കുകൾ, അങ്ങനെയുള്ള സംസർഗങ്ങൾ, അങ്ങനെയുള്ള ആഹാരങ്ങൾ, അങ്ങനെയുള്ള കാഴ്ചകൾ, അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാക്കി അതിൽ കൂടെ നടക്കുക എന്ന് വിചാരിച്ച് ഞാൻ ഈ സ്വരൂപിയാണെന്ന് വിചാരിക്കുകയും വേണ്ട. എപ്പോഴാണോ രജസ് പുടുങ്ങിച്ചാൽ അപ്പോൾ രജോ ഗുണം ഉണരും, രജോ ഗുണ സ്വരൂപിയായിരിക്കും. അതിനൊരു കുറ്റബോധവും വേണ്ട, കാരണം അത് അതിൻ്റേതായിട്ടുള്ളൊരു പദ്ധതിയാണ്, പ്രപഞ്ചത്തിൻ്റെ പദ്ധതിയാണ്. ഇനി രാമായണത്തിൽ എന്താണ്, എങ്ങനെ അതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നു നോക്കുകയാണ്. രാമായണത്തിലെ 3 ഗുണങ്ങളെ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അയോധ്യ സത്വഗുണത്തിൻ്റെ ലക്ഷണത്തോട് കൂടിയതായിട്ടും കിഷ്കിന്ധ തമോ ഗുണം, ലങ്ക രജോ ഗുണമാണ്. അപ്പോൾ കിഷ്കിന്ധയും അയോധ്യ അടുത്തടുത്താണ്, ഒരു നദിയുടെ ഡിഫറൻസേ ഉള്ളൂ, ഡിഫറൻസ് ഓഫ് സ്ട്രീം, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് ശ്രീരാമൻ കിഷ്കിന്ധയിൽ പോയി, അവിടുന്ന് കുരങ്ങന്മാർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെയും കൊണ്ട് ലങ്കയിൽ പോയി. ലങ്കയിൽ ഒരു ഓഷ്യൻ്റെ ഡിഫറൻസാണ്, കിഷ്കിന്ധി ലങ്കയും തമ്മിൽ ഓഷ്യൻ ഓഫ് ഡിഫറൻസ്, അത്രയാണ്. അപ്പോൾ തമോ ഗുണവും രജോ ഗുണം തമ്മിൽ അത്ര. കിഷ്കിന്ധ തമോ ഗുണം, ലങ്ക രജോ ഗുണം. ലങ്കയിലുള്ള ആളുകളുടെ ഗുണം കണ്ടില്ലേ, സ്വർഗംഗത്വ ഇന്ദ്രജത്വ, സ്വർഗത്ത് പോയി ഇന്ദ്രൻ ജയിച്ച് അവിടെയുള്ള അവസര സ്ത്രീകളൊക്കെ കൊണ്ടുവന്നിവിടെ അടുക്കള പണിക്ക് നിർത്തി, കാമധേനു ആട്ടിത്തൊളിച്ച് കൊണ്ടുവന്നിവിടെ കെട്ടിയിട്ടു, കൽപ്പവൃക്ഷങ്ങൾ പുഴക്കി കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിട്ടു. ഇങ്ങനെയൊക്കെ കിട്ടാവുന്ന മുഴുവനും എവിടെ എന്തൊക്കെ ഉണ്ടോ അത് മുഴുവനും, അതാണ് രജോ ഗുണത്തിൻ്റെ സ്വഭാവം. അവിടെയുള്ള ആൾക്കാരുടെ സ്വഭാവം നോക്കിയാൽ മതി. അതുപോലെ കിഷ്കിന്ധയിൽ നോക്കുകയെന്ന് വെച്ചാൽ ആലസ്യം, നിദ്ര, വിസ്മൃതി, ഇത് മാത്രമേ ഉള്ളൂ. കുരങ്ങന്മാർ അങ്ങനെ കഴിയുന്ന അവസ്ഥ തമോ ഗുണത്തിൻ്റെ ലക്ഷണമാണ്. ഇനി ഇതിൽ തന്നെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. സത്വത്തിൽ സത്വമുണ്ട്, സത്വത്തിലെ തമസ്സുണ്ട്, സത്വത്തിലെ രജസ്സുണ്ട്. അപ്പോൾ 4 മക്കളാണ് ഈ അയോധ്യയിൽ 4 മക്കളിൽ ശ്രീരാമൻ ഗുണാതീതനാണ്. രജസ്, സത്വം, തമസ് ഈ 3നും അതീതനാണ് ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ, ഗുണാതീതൻ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ഗുണാതീതൻ, തുര്യാവസ്ഥയുടെ തൊട്ടടുത്തുള്ളതാണ് സുഷുപ്തി എന്ന് പറയുന്നത്, ലക്ഷ്മണൻ. പിന്നെ ജാഗ്രത അവസ്ഥ, അതായത് രജോ ഗുണം ആണ് ഭരതൻ, മറ്റത് തമോ ഗുണം. അപ്പോൾ സത്വത്തിൽ സത്വം, സത്വത്തിൽ രജസ്, സത്വത്തിൽ തമസ്, അങ്ങനെയുണ്ട് അവിടെ. കിഷ്കിന്ധയിൽ പോയാൽ അവിടെ ബാലി എന്ന് പറഞ്ഞാൽ തമസ്സിലെ രജസ്സാണ്, തമസ്സിലെ സത്വമാണ് സുഗ്രീവൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ശ്രീരാമൻ ചെന്ന് തമസ്സിലെ സത്വത്തെയാണ് കൂട്ടുപിടിച്ചത്. ബാലിയാണ് കൂട്ടുപിടിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ബാലി വിഷ്ണുവിൻ്റെ വലിയ ഭക്തനാണ്. ബാലിയുടെ ഭാര്യയും സീതാദേവിയും തമ്മിൽ ബന്ധുക്കളുമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ശ്രീരാമന് പറ്റിയ ഒരു ആളാണ്, ഭക്തനാണ്. ബാലിനോടൊന്ന് ജസ്റ്റ് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു, ബാലി ഇങ്ങനെ സീതയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ നിമിഷങ്ങൾക്കകം രാവണനെ കയ്യിൽ തൂക്കി സീതയെ കയ്യിലുമായിട്ട് ഇവിടെ കൊണ്ടുവച്ച് എന്താ ചെയ്യേണ്ടത് രാവണനെ ചോദിക്കാൻ മാത്രമുള്ള കഴിവുള്ള ആളാണ്. പക്ഷെ അതിനല്ല കൂട്ടുപിടിച്ചത്. അത്ര തന്നെ കഴിവില്ലാത്ത സുഗ്രീവനെയാണ് കൂട്ടുപിടിച്ചത്. സുഗ്രീവൻ എന്ന് പറഞ്ഞാൽ തമസ്സിലെ സത്വമാണ്.
അപ്പോൾ ഓരോ ഗുണത്തിൽ സാത്വിക ഭാവത്തെ എടുത്തിട്ട് വേണം നമ്മൾ പുരോഗതിയിലേക്ക് നമ്മളെ ആത്മാവിനെ നയിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്, ജീവനെ നയിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അതുപോലെ ലങ്കയിലും അതെ, രജസ്സിലെ സത്വമാണ് വിഭീഷണൻ, രജസ്സിലെ രജസ്സാണ് രാവണൻ, രജസ്സിലെ തമസാണ് കുംഭകർണൻ. അപ്പം അവിടെ ചെന്നിട്ടും അതെ, ആദ്യം കൂട്ടുപിടിച്ചത് വിഭീഷണനായിട്ടാണ്. അപ്പം രജസ്സിലെ സത്വത്തെ കൂട്ടുപിടിക്കണം, കൂട്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഈ നമ്മുടെ യഥാർത്ഥ സത്യത്തെ ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി. അതായത് തമസിൽ നിന്ന് രജസ്സിലേക്ക്, രജസ്സിൽ നിന്ന് സത്വത്തിലേക്ക്. തമസ് എന്ന് പറഞ്ഞാൽ കിഷ്കിന്ത എന്ന് പറഞ്ഞാൽ തമോ ഗുണം, അത് അഗ്നിമണ്ഡലമാണ്. നമ്മുടെ മൂലാധാര, സ്വാധിഷ്ഠാനം, മണിപൂര, അനാദം, വിശുദ്ധി, ഈ 6 ആധാരങ്ങളാണെങ്കിൽ താഴെയുള്ള 2 മൂലാധാര, സ്വാധിഷ്ഠാനം, ഈ 2 കൂടി കൂടിയതാണ് അഗ്നിമണ്ഡലം എന്ന് പറയുന്നത്, തമോ ഗുണം. പിന്നെ മണിപൂര, അനാദം കൂടിയതാണ് സൂര്യമണ്ഡലം, അതാണ് ഈ രജോ ഗുണം എന്ന് പറയുന്നത്. പിന്നെ വിശുദ്ധി, ആജ്ഞ, ഇത് രണ്ടുമാണ് സാത്വിക ഭാവം അല്ലെങ്കിൽ ചന്ദ്രമണ്ഡലം എന്ന് പറയും. അപ്പോൾ ചന്ദ്രമണ്ഡലം തണുപ്പാണ്, തണുത്ത പ്രകാശമാണ്, ചൂടും പുകയും ഇല്ലാത്ത പ്രകാശമാണ്. ഈ സൂര്യനാണെങ്കിൽ വെളിച്ചവും ചൂടും മാത്രമേ ഉള്ളൂ, പുകയില്ല. അഗ്നിക്കാണെങ്കിൽ ചൂടുണ്ട്, പുകയുണ്ട്, വെളിച്ചമുണ്ട്. അപ്പോൾ അഗ്നിമണ്ഡലം എന്ന് പറഞ്ഞാൽ ചൂടും പുകയും വെളിച്ചവും, അല്പം വെളിച്ചമേ ഉള്ളൂ. അതാണ് തമോ ഗുണം പ്രധാനമായിട്ടുള്ള. ജീവിതത്തിൽ ചൂടും പുകയായിരിക്കും അധികം. എന്തൊരു ചൂടും പുകയാണ്, കുട്ടികളുടെ കാര്യം ആലോചിച്ചാൽ, വീട്ടുകാരെ ആലോചിച്ചൊക്കെ ചൂടും പുകയെന്നാണ് നമ്മൾ പറയാം. എന്ന് പറഞ്ഞാൽ അഗ്നിമണ്ഡലത്തിലാണ് ആ ജീവൻ വസിക്കുന്നത്. അവിടുന്ന് നമ്മൾ സൂര്യമണ്ഡലത്തിലേക്ക് നയിക്കുകയാണ് അതിനെ, സൂര്യമണ്ഡലത്തിൽ നയിക്കുക. അതാണ് ലങ്കയിൽ പോകാമെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ കിഷ്കിന്ധയിൽ നിന്ന് ആ കുരങ്ങന്മാരെ കൂട്ടി ലങ്കയിലേക്ക് കൊണ്ടുവന്നു. ലങ്കയിലുള്ള സാത്വിക ഭാവത്തെ പിടിച്ച് അത് മുഖേന സാത്വികത്തിലേക്ക് വരികയാണ്. അതായത് അയോധ്യ എന്ന് പറയുമ്പോഴേക്കും മകാരം എന്ന് പറഞ്ഞാൽ ചന്ദ്രമണ്ഡലം എന്നർത്ഥം. അപ്പോൾ രാ എന്നാണ് അഗ്നിമണ്ഡലത്തിന് ബീജാക്ഷരം, രാ. അപ്പോൾ രായിൽ നിന്ന് മായിലേക്ക് അയനം ചെയ്യുകയാണ് ഒരു ജീവനെ. അതാണ് രാമായണം എന്നുള്ള അർത്ഥത്തിൽ രാമായണം. രായിൽ നിന്ന് മായിലേക്ക് അയനം ചെയ്യും. അതായത് ചൂടും പുകയും വെളിച്ചമുള്ള സ്ഥലത്തിൽ നിന്ന് ചൂടും പുകയില്ലാതെ വെറും പ്രകാശം മാത്രമായിട്ടുള്ള ചന്ദ്രമണ്ഡലത്തിലേക്ക് ഒരു ജീവനെ നയിക്കുക. അവിടുത്തെ ആ ശുദ്ധ സാത്വിക ഭാവമായി അവിടെ നോക്കിയാൽ സ്വരൂപം എന്താണെന്നറിയാം, സ്വാതന്ത്ര്യം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. അതാണ് എൻ്റെ യഥാർത്ഥത്തിലുള്ള സത്യത്വം എന്ന് തിരിച്ചറിയാൻ പറ്റുകയും ചെയ്യും. പിന്നെ ആ ഗുണത്തെ അങ്ങ് അതികടക്കാനുള്ള ഇത് മാത്രമേ ചെയ്യേണ്ടുള്ളൂ. മേലാധാരം, 6 ആധാരം പറയാമല്ലോ, കൈലാസം, ബോധിനി, ബിന്ദുനാഥ കല, പിന്നെ സഹസ്രാരം, അങ്ങനെ ഈ 6 മേലാധാരങ്ങൾ കടന്നിട്ട് ഉപരിപരുമത്താമരപ്പൂതന്മേൽ 6 ചൂടിയിട്ട് വാഴും ശിവനുടെ പദപങ്കേരുഹന്തനിൽ നിന്ന് ഊറുന്ന ആനന്ദമാക്കും മധുവിനെ അനുശൻ തെണ്ടുമേ വണ്ടുതന്മേൽ കൂറുണ്ടായിട വേണം ശിവനെ സാമ്പമൂർത്തെ കൃപാബ്ദേ എന്ന് പറയുന്ന അവസ്ഥ അവിടെ എത്തുമ്പോഴാണ്. അപ്പോൾ ഈ ഗുണങ്ങളെ എങ്ങനെയാണ് ഇനി പ്രപഞ്ചത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ്. ഒരു ഹാർമോണി പെട്ടി നമ്മൾ സങ്കല്പിക്കുക, ഹാർമോണി പെട്ടിയിൽ ഒരു ശ്രുതി എടുക്കാൻ ചില കട്ടകളെ അമർത്തിയാൽ മതി. മറ്റ് ചില ശ്രുതികൾക്ക് വേറെ ചില കട്ടകളാണ്. ഒരു ശ്രുതി എടുക്കാൻ വേണ്ടി നമ്മൾ ചില കട്ടകളെ 3 പ്രാവശ്യം, ചിലതിന് 1 പ്രാവശ്യം, ചിലതിന് 5 പ്രാവശ്യം, ചിലതിന് 6 പ്രാവശ്യമൊക്കെ അമർത്തുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില കട്ടകളുണ്ടാവും അമർത്തപ്പെടാതെ. അവർ വിചാരിക്കും ഇതെന്താ അത്, അവരൊക്കെ എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നു, ഞങ്ങളൊന്നും വേണ്ട, ഞങ്ങൾ ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന്. പക്ഷേ വേറെ ചില ശ്രുതിക്ക് ഇതിനൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക, മറ്റേതിന് ഉപയോഗിക്കുന്നുണ്ടാവില്ല. ഇതുപോലെ നമ്മൾ ഉള്ളിൽ സത്വഗുണത്തിന് സ്വരൂപജ്ഞാനം, സ്വാതന്ത്ര്യം, രജോ ഗുണത്തിന് രാഗം, ദ്വേഷം, തമോ ഗുണത്തിന് ആലസ്യം, നിദ്ര, വിസ്മൃതി, ഈ 7 ശ്രുതികളങ്ങ് സങ്കല്പിക്കുക. ഇതിന് ഓരോന്നിനെയും തൊട്ടുണർത്തിക്കൊണ്ടാണ് പ്രപഞ്ച നാടകം മുന്നോട്ട് നയിക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ കുട്ടിയായിരുന്ന സമയത്ത് കൈകേയി ഒരു സന്യാസിക്ക് ഒരു വലിയ സഹായം ചെയ്തു കൊടുത്ത സമയത്ത് സന്യാസി കുട്ടിയെ അനുഗ്രഹിച്ചു, മോളെ ഈ വിരൽ കൊണ്ട് നീ എന്നെ ഇങ്ങനെ സഹായിച്ചല്ലോ, അതുകൊണ്ട് നിൻ്റെ ഈ വിരലിന് ആവശ്യം വരുന്ന സമയത്ത് കാഠിന്യമേക്കാൾ കാഠിന്യമുള്ളതായി തീരട്ടെ എന്നങ്ങ് പറഞ്ഞോളൂ, ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്. അത് എന്തിനു വേണ്ടിയാണെന്ന് അപ്പം അറിയില്ല. പക്ഷേ പിന്നെ ദശരഥന് 2 ഭാര്യമാരായിട്ടും മക്കളില്ലാതായപ്പോൾ കൈകേയിയെ കല്യാണം കഴിക്കാൻ ചെന്നു. വളരെ ചെറുപ്പക്കാരിയാണ്, ഇദ്ദേഹം വലിയ വയസ്സനുമാണ്. അത് കൊടുക്കാൻ മടിയുണ്ടായി. പക്ഷേ എങ്കിൽ സൂര്യവംശ ചക്രവർത്തിയായിട്ട് അതിലുണ്ടാവുന്ന കുട്ടിയെ വാഴിക്കാമെന്ന പേര് കേട്ട സമയത്ത് പ്രശസ്തിയാണല്ലോ മറ്റെല്ലാവരിനേക്കാളും മേലെ എന്ന് പറഞ്ഞിട്ട് അവരതിന് സമ്മതിക്കുക ചെയ്യും. അങ്ങനെ ഈ രാമായണം ആദ്യം മൂലം നോക്കുകയാണ്. ഈ ദശരഥ മഹാരാജാവ് കാട്ടിൽ പോയി ആന വെള്ളം കുടിക്കുന്നതായിട്ട് കേൾക്കുകയാണ്, അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഈ ആന 9000 കൊല്ലം അദ്ദേഹം ശബ്ദവേദ ശാസ്ത്രം പഠിച്ച ആളാണ്. പക്ഷേ
ഒരു ശബ്ദം കേട്ട സമയത്ത് ആനയാണെന്ന് സ്വയം അങ്ങ് സങ്കല്പിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധി ഉപയോഗിച്ചില്ല. സാത്വിക ഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ ശരിക്ക് അത് അറിയാൻ പറ്റുമായിരുന്നു. കുടം കൊണ്ട് വെള്ളം മുക്കുന്നതും ആന വെള്ളം കുടിക്കുന്നതായിട്ട് തമ്മിൽ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇത് കേട്ട സമയത്ത് പെട്ടെന്ന് തമോ ഗുണത്തിന് അടിമയാവുകയാണ് ചെയ്തു. സാത്വിക ഭാവം വിട്ടു തമോസിന് രജോ ഗുണത്തിലേക്ക് വന്ന് അമ്പായിക്കിയത്. അമ്പായിച്ചത് കണ്ട സമയത്ത്, കുട്ടി കൊല്ലപ്പെട്ട് കണ്ട സമയത്ത് അദ്ദേഹം ശുദ്ധ പിന്നെ തമോ ഗുണത്തിൽ അങ്ങ് ആണ്ടിറങ്ങി കരയുകയും ദുഃഖിക്കുകയോ ചെയ്തു. ശാപം ഏറ്റുവാങ്ങി എന്ന് വെച്ചാൽ അത് സാധിച്ചു എന്ന് വിചാരിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. സാത്വിക ഭാവത്തിലാണ് പറഞ്ഞു. ഉടനെ അദ്ദേഹം രാമനെ കിട്ടണം, യാഗരക്ഷിക്കെന്ന് പറഞ്ഞപ്പോഴേക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാവം അങ്ങ് മാറി. ഭാവം മാറി എന്ന് പറഞ്ഞാൽ തമസ്സിൽ ആണ്ടുപോയി അയാൾ. ഈ നിദ്ര, വിസ്മൃതി, എന്താ അയാൾ ആരാണെന്നും ഇദ്ദേഹം ആരാണെന്നും ആരാ ശ്രീരാമെന്നും ഇദ്ദേഹം എത്ര ത്രികാലജ്ഞാനിയാണെന്നും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എത്ര, ഇതൊക്കെ അങ്ങ് മറന്നു. വിസ്മൃതി, തമസ്സിലാണ്ടെന്ന് അർത്ഥം. അഹന്ത, മമത ഈ രണ്ടിനും അടിമപ്പെട്ട് ശോകമോഹത്തിന് അടിമപ്പെട്ടിട്ടാണ് എല്ലാ ദുഃഖങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഗീതയിലെ ഉപോദ്ഘാതത്തിൽ ശങ്കരഭഗവത്പാദ് പറഞ്ഞതുപോലെ അദ്ദേഹം താൽക്കാലികമായിട്ട് ആ മോഹപരവശനായി തീർന്നു എന്ന് തമോ ഗുണം. അപ്പോൾ തമോ ഗുണത്തെ അങ്ങ് ഉണർത്തി, പ്രകൃതി എന്നെ തൊട്ട് ഉണർത്തുകയാണ് ചെയ്തത്. ആദ്യം മഹർഷി വന്ന സമയത്ത് സത്വഗുണത്തെ തൊട്ടുണർത്തി, പിന്നെ ഇത് കേട്ട സമയത്ത് തമോ ഗുണത്തെ തൊട്ടുണർത്തി. ഉടനെ വസിഷ്ഠമുനി വന്നിട്ട് അതിന് വേണ്ട ന്യായങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ദശരഥ മഹാരാജാവിന് സാത്വിക ഭാവത്തെ വീണ്ടും ഉണർത്തി. അങ്ങനെയാണ് ശ്രീരാമനെ പറഞ്ഞയച്ചത്. ശ്രീരാമൻ പോകുന്ന സമയത്ത് താടയെ കണ്ട സമയത്ത് അതിനനുസരിച്ച് ഒരു വികാരം വരിക, സ്ത്രീയല്ലേ വധിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു താൽക്കാലികമായ സാത്വിക ഭാവത്തിലേക്ക് വന്നു. അതുകൊണ്ട് സാത്വിക ഭാവത്തിലുള്ള ആൾക്ക് താടയെ വധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മഹർഷി ചില വാക്കുകളുടെ പ്രതിപാദന ശൈലി കൊണ്ട് അദ്ദേഹത്തിനുള്ളിൽ രജോ ഗുണത്തെ ഉണർത്തി സാത്വിക ഭാവത്തെ അങ്ങ് ഉറക്കി. അങ്ങനെ രജോ ഗുണം വന്നു. അങ്ങനെ ആ രജോ ഗുണം കൊണ്ടാണ് താടകയെ കൊല്ലാൻ പറ്റിയത്, അതുപോലെ യാഗരക്ഷ ചെയ്യാൻ പറ്റിയതൊക്കെ തന്നെ. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് കല്യാണത്തിന് പോയതും കല്യാണത്തിൻ്റെ സമയത്ത് ഓരോ ഭാവത്തെ അതാത് സന്ദർഭത്തിൽ ഉണർത്തി അതാത് കാര്യങ്ങൾ ചെയ്യിക്കുക. ആ കാര്യം കഴിഞ്ഞ് അപ്പം തന്നെ ആ ഭാവത്തെ അങ്ങ് ഉറക്കി പിന്നെ എന്ത് ഭാവം വേണ്ട വെച്ചാൽ അതിനെ ഉണർത്തി. ഇപ്പോൾ ഭാർഗവരാമനായിട്ട് ഇടപെടുന്ന സമയത്ത് അദ്ദേഹം ആക്രോശിച്ചു വന്ന സമയത്ത് ഇദ്ദേഹം തൽക്കാലം സാത്വിക ഭാവത്തെ വിട്ടില്ല. കുറേ കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രജോ ഗുണം വേണ്ടി വന്നു അദ്ദേഹത്തോട് എതിർക്കാൻ. ആയുധം എടുക്കാൻ പറഞ്ഞു, ആയുധം എടുത്തു. രജോ ഗുണത്തെ ഉണർത്തിയിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളൊക്കെ കാണിച്ച സമയത്ത് അദ്ദേഹത്തിലെ രജോ ഗുണം കെട്ടടങ്ങി സാത്വിക ഭാവം ഉണർന്നു. സാത്വിക ഭാവം ഉണർന്ന് ഇദ്ദേഹത്തെ ഭഗവാനായിട്ട് തിരിച്ചറിഞ്ഞ് ആയുധങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹം ആ സാത്വിക ഭാവത്തിൽ കാട്ടിലേക്ക് തപസ്സിന് പോയി. ഇങ്ങനെ ഓരോ സന്ദർഭങ്ങൾ നോക്കുക വെച്ചാൽ രാമായണം ഇപ്പം എത്രയുണ്ട് പറയാൻ. ഓരോ സമയത്ത് ഓരോ സന്ദർഭത്തിലും അതാത് ഗുണത്തെ തൊട്ടുണർത്തിയിട്ടാണ് ആ ഒരു ശ്രുതിയെ പുറത്തേക്ക് കൊണ്ട്. അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇതുകൊണ്ട് നമുക്ക് എന്താ അറിയാനുള്ളത്? രാമായണം എന്ന് പറയുന്നത് നമ്മുടെ കഥയാണ്. നമ്മളെ അഗ്നിമണ്ഡലത്തിൽ നിന്ന് ജീവനെ ഈ ചന്ദ്രമണ്ഡലത്തിൽ എത്തിക്കാനുള്ള അയനം ചെയ്യിക്കുന്നതായിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ആ ടെക്നോളജിയിൽ എന്തൊക്കെ ഉപായങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്? പ്രപഞ്ച രീതി സംവിധാനത്തിൽ ഈ ഗുണങ്ങളുടെ ആൾട്ടർനേറ്റീവായിട്ടുള്ള സ്റ്റിമുലേഷൻ ആൻഡ് സപ്രഷൻ കൊണ്ട് ജീവിതത്തിൻ്റെ ഗതിയെ മുന്നോട്ട് നയിക്കുന്നതായിട്ടുള്ളൊരു വിചിത്രത നോക്കിക്കണ്ട് ഇങ്ങനെ നിൽക്കുക. നമുക്ക് ഒരു ഇതുമില്ല. UK അങ്കിൾ പറയാറുണ്ട്, പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയെല്ലാം. ആ പ്രോഗ്രാമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ സംഗതികൾ നടക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ ആ പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ ആ പ്രോഗ്രാം മുന്നോട്ട് നയിക്കണമെങ്കിൽ അതിന് ചില സമയത്ത് രജസ്സിനെ ഉണർത്തണം, ചിലപ്പോൾ സത്വത്തെ ഉണർത്തണം, ചിലപ്പോൾ തമസ്സിനെ ഉറക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഉദാഹരണമായിട്ട് ശ്രീരാമൻ പുള്ളിമാനെ പിടിക്കാൻ വേണ്ടി പോവാണ്. സീത പറഞ്ഞു അതിനെ എനിക്ക് പിടിച്ചു തരണം എന്ന് പറഞ്ഞ സമയത്ത് ലക്ഷ്മണൻ പറഞ്ഞതൊരു ശരിയായിട്ടുള്ളൊരു മാനായി എനിക്ക് തോന്നുന്നില്ല, ഏതോ ഒരു മായാവി വേഷം കെട്ടിയ മാതിരി തോന്നുന്നതാണ്. കാരണം ശുദ്ധ സാത്വിക ഭാവത്തിൽ മാത്രം ഏട്ടത്തേമ്മയ്ക്കും കാവൽ നിന്ന ആളാണ്, ഊണും ഉറക്കുമില്ലാതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സാത്വിക ഭാവം ആവുകൊണ്ട് അദ്ദേഹം തോന്നി, കണ്ടപ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റി. കാരണം ട്രാൻസ്പാരൻ്റ് ഇൻ്റലിജൻസാണ്. നോക്കിയപ്പോൾ ശരിക്കും തിരിച്ചറിഞ്ഞു. അത് പറഞ്ഞു നോക്കി. പക്ഷേ ആ സമയത്ത് സീത തനി തമോ ഗുണത്തിന് അടിമപ്പെട്ടിട്ട് യാതൊരു ബോധമില്ലാതെ വാശി പിടിച്ചിട്ട് എനിക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. കൊണ്ടുത്തരണം, ഐദർ ലൈവ് ഓർ ഡെറ്റ്. ലൈവായി കിട്ടിയില്ലെങ്കിൽ ഡെറ്റായിട്ടെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. തമോ ഗുണത്തിന് തമോ ഗുണം ഉണർത്തിയാലേ സീതയ്ക്ക് അങ്ങനെ പറയാൻ സാധിക്കുള്ളായത്. നേരെ മറിച്ച് സാത്വിക ഭാവമായിരുന്നെങ്കിൽ ലക്ഷ്മണൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് ബോധിച്ച് അന്ന് വേണ്ട ഈ അപകടം പിടിച്ച സ്ഥലത്ത് ആരും എങ്ങും പോകണ്ട എന്നേ പറയുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഈ സംഭവം നടക്കണമെങ്കിൽ
സീതാ പരിത്യാഗം സീതാപഹരണം നടക്കേണ്ട സമയമാവണു. ആ സമയത്തേക്ക് ഇതൊക്കെ നടക്കണം. അപ്പോൾ അതിനനുസരിച്ച് സീതയിൽ ഇങ്ങനെയൊരു വികാരം ഉണ്ടാക്കി. ഇത് തമോ ഗുണത്തെ അങ്ങ് ഉണർത്തി. അപ്പോൾ തമോ ഗുണം സ്വരൂപിയായി മാറി. ശ്രീരാമന് യാതൊരു രക്ഷയില്ലാതെ എന്നാൽ പോട്ടെ, ഏതായാലും ഭർത്താവ് എന്ന് പറയാൻ എന്തർത്ഥമാണ്, ഇതൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയി. പോണ സമയത്ത് ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, നിന്റെ സാന്നിധ്യത്തിൽ അവൾ സുരക്ഷിതാണ്. യാതൊരു കാരണവശാലും അവളെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ രാക്ഷസന്മാർ വിഴുങ്ങിക്കളയും. ഇതാണ് പറഞ്ഞു പോയത്. പറഞ്ഞു പോയി കുറേ പോയതിൻ്റെ ശേഷം പുള്ളിമാൻ ചാടി 3-4 നാഴികയൊക്കെ അപ്പുറം എത്തുന്നു എന്ന് പറയും. അപ്പോഴാണ് സീതാദേവി അത് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ കൊന്നിട്ടെങ്കിലും കൊണ്ടുവരാമെന്ന് വിചാരിച്ച് അയച്ച സമയത്ത് വിളിച്ചു, പിന്നെ ശ്രീരാമൻ്റെ ശബ്ദത്തിൽ വിളിച്ചു കൂന്ന് കേട്ട സമയത്ത് സീത പറഞ്ഞു, ലക്ഷ്മണ ഓടിച്ചെല്ല്, സിംഹത്തിൻ്റെ വായിൽപ്പെട്ട കാളേൻ്റെ മാതിരി ശ്രീരാമൻ ഇപ്പോൾ രാക്ഷസന്മാരാൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക, നീ ഓടിച്ചെന്നാൽ രക്ഷപ്പെടുന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ചേട്ടത്തിയമ്മ, അതൊക്കെ മായാവികളുടെ പണിയാണ്. ഈ രാക്ഷസന്മാർ മഹാമായാവികളാണ്. എൻ്റെ ഏട്ടന് യാതൊരു വസ്തുവും പറ്റില്ല. ഉടനെ സീത അങ്ങ് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയാണ്. സീത പച്ച അങ്ങ് ബോധം കെട്ടു. തമോ ഗുണവും രജോ ഗുണവും കലർത്തിയിട്ട് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. നിൻ്റെയും ഭരതൻ്റെയും ഉള്ളിലുള്ള ഉദ്ദേശം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ശ്രീരാമനെങ്കിലും കൊന്നിട്ട് നിങ്ങൾക്ക് 2 പേർക്കും കൂടെ എന്നെ തട്ടിയെടുക്കാനുള്ള വിദ്യയാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നാൽ അത് നടക്കുമെന്ന് വിചാരിക്കേണ്ട ലക്ഷ്മണ. നീ പോയി ശ്രീരാമൻ മരിച്ചിട്ടാണ് നീ അവിടെ പോകുന്നിട്ട് ഇവിടെ വന്നിട്ട് ശ്രീരാമൻ മരിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഈ ശരീരം നിനക്ക് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. ഇത് ഞാൻ ആറ്റി ചാടിയിട്ടോ തീയെ ചാടിയിട്ടോ വിഷം കഴിച്ചിട്ടോ കയറിൽ കെട്ടി തൂങ്ങിയിട്ടോ, ഈ 4 എണ്ണമാണ് വാൽമീകി രാമായണത്തിൽ എണ്ണി പറയുന്നത്. ഈ ഏതെങ്കിലും ഒരു വിധത്തിൽ ഈ ശരീരം ഞാൻ നശിപ്പിക്കുക. അത് വിചാരിച്ച് നീ ഇവിടെ നിൽക്കണ്ട, മര്യാദയ്ക്ക് പോകാൻ നല്ലത്. ഉടനെ ലക്ഷ്മണന് ഒറ്റ ഓട്ടാമത്, ഞാൻ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം ഈശ്വരൻ ഇവിടെയുള്ള ദേവതമാരൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടി അങ്ങെത്തിയ സമയത്ത് ശ്രീരാമൻ കണ്ട സമയത്ത്, ലക്ഷ്മണൻ നീ എന്താ അതിങ്ങനെ ചെയ്ത്? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ സീതയെ ഒരു കാരണവശാലും ഒറ്റപ്പെടുത്തരുതെന്ന് പറഞ്ഞില്ലേ, നീ എന്തേ ഇങ്ങോട്ട് പോകുന്നു? അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഏട്ടാ, മൂർത്ത ഇരുമ്പാണി ചുട്ട് പഴുപ്പിച്ച് ചെവിയിൽ കുത്തുന്ന മാതിരിയുള്ള വാക്കുകൾ പറഞ്ഞു ചേട്ടത്തെയും, അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ആയിക്കോട്ടെ, എന്നാൽ നിനക്ക് അവളെയും കൂടി കൂട്ടായിരുന്നില്ലേ, 2 പേർക്കും വരാൻ, നിൻ്റെ സാന്നിധ്യത്തിൽ അവൾ സുരക്ഷിതാന്ന് ഞാൻ പറഞ്ഞു. അയ്യോ ഏട്ടാ, അത് ഞാൻ ഓർത്തില്ല. വളരെയധികം കുശാഗ്ര ബുദ്ധിശാലിയായിട്ട് 2 പേരെയും സംരക്ഷിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് താൽക്കാലികമായിട്ട് തമോ ഗുണത്തിൽ അങ്ങ് ആണ്ടു. ഈ വാക്ക് കേട്ട സമയത്ത് മൂർത്ത കാരിരുമ്പിൻ്റെ ആണികൾ ചുട്ടുപഴുപ്പിച്ച് ചെവിയിൽ കുത്തുന്ന മാതിരിയുള്ള വാക്കുകൾ. എങ്ങനെയാണ് വാൽമീകി രാമായണത്തിലെ വാചകം. അതുകൊണ്ട് ഞാൻ പോകുന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞു, ആയിക്കോട്ടെ, അതിന് നീ അവളെയും കൂട്ടി വരായിരുന്നില്ലേ നിങ്ങൾക്ക്? എന്നാൽ ആയിക്കോട്ടെ സീതയെ, നമുക്ക് പോവാം, 2 പേർക്കും കൂടി വേഗം പോകാൻ, ശ്രീരാമനെ നമുക്ക് രക്ഷിക്കാമെന്ന് പറഞ്ഞു. 2 പേർക്കും ഓടിപ്പോയാൽ മതിയായതല്ലേ. പക്ഷെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ സംഭവം നടക്കേണ്ട മാതിരിയല്ലേ, പ്രോഗ്രാമിൽ എങ്ങനെ വെച്ചാൽ അത് നടക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നടക്കാൻ വേണ്ടി ആ സമയത്ത് എന്താണോ തോന്നേണ്ടത് അത് തോന്നിച്ചു. ശ്രീതയെ കൊണ്ട് അങ്ങനെ പറയിച്ചു. അത് കേട്ട സമയത്ത് ശുദ്ധ തമോ ഗുണം അങ്ങ് ഉണർത്തി ലക്ഷ്മണനിൽ. ഒരിക്കലും ഉണർത്താത്തതാ തമോ ഗുണം എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ്റെ ഉള്ളിൽ ഉണരാറില്ല. രജസ്സും സത്വം മാറിയല്ലാതെ ആ സമയത്ത് ഇത്തരം വാക്കുകൾ പറഞ്ഞാലേ തമോ ഗുണം ലക്ഷ്മണന് ഉണരുള്ളൂ. വേറെ എന്ത് പറഞ്ഞാലും ലക്ഷ്മണൻ പോവില്ലായിരുന്നു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തമോ ഗുണം ടോട്ടലായിട്ട് ഉണർന്നപ്പോൾ ആലസ്യം, നിദ്ര, വിസ്മൃതി, ആ വിസ്മൃതി എന്നുള്ള ടോട്ടലായി. ഞാൻ ആരാണ്, എന്താ എൻ്റെ ഡ്യൂട്ടി എന്നും ഏതാ ഈ സ്ഥലം എല്ലാം മറന്നുപോയി. പിന്നെ ആ വഴിക്ക് അങ്ങോട്ട് ഓടുക ചെയ്തു. പിന്നെ ഓടി വന്നപ്പോഴേക്ക് സീതയെ കാണാനില്ല. ആ സമയമായപ്പോഴേക്ക് വൃന്ദ ശപിച്ച ആ മുഹൂർത്തത്തിൽ, മഹാവിഷ്ണുവിനെ ശപിച്ചിരുന്ന ആ മുഹൂർത്തം വന്നു. അതുകൊണ്ട് ആ സമയമായി അദ്ദേഹം വന്നു. രാവണൻ സന്യാസിയായി വന്ന സമയത്ത്, സന്യാസിയുടെ വേഷം കണ്ട സമയത്ത് ഉടനെ തന്നെ സീതയിൽ സാത്വിക ഭാവം വളർന്നു. പിന്നെ അദ്ദേഹത്തെ ആരാധിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം എന്ത് ചോദിച്ചാലും അതിനൊക്കെ സത്യസന്ധമായിട്ട് ഉത്തരം പറയലൊക്കെ ആയി. പറഞ്ഞ് കുറച്ച് കഴിഞ്ഞു. അപ്പോഴേക്കാണ് അദ്ദേഹം വേഷം മാറി പിന്നെന്ത് ചെയ്യാൻ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഇനി ഈ രാമായണത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോൾ സുഗ്രീവൻ ബാലി തമ്മിലുള്ള ഇതിലൊക്കെ ആൾട്ടർനേറ്റായിട്ട് തമോ ഗുണം രജോ ഗുണം ഉറക്കുകയും ചെയ്തുകൊണ്ട് സംഭവങ്ങളെ ഉന്തി നീക്കി കൊണ്ടുപോകുന്നതായിട്ടുള്ള കാഴ്ചകൾ കാണും. ഇത് ആരാൻ്റെത് നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് അതൊന്ന് അപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത്. അതിന് രാമായണത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് എവിടെയാണ്? ശ്രീരാമനും ലക്ഷ്മണനോട് യാതൊരു രക്ഷയില്ല എന്ന് കണ്ട സമയത്ത് കുംഭകർണനെ ഉണർത്താൻ തീരുമാനിച്ചു.
അപ്പം അങ്ങനെ ആനകളെ കൊണ്ട് ചീറിച്ച് നോക്കി, ചെണ്ട മുട്ടി നോക്കി, കുന്തം കൊണ്ട് കുത്തി നോക്കി, അയാൾ ഉണരുന്നില്ല. അപ്പോൾ ഒരു പട്ടർ എന്ത് ചെയ്തു, കുറച്ച് പലഹാരം ഉണ്ടാക്കി മൂക്കിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. അത് മൂക്കിൽ കൂടെ ചെന്നപ്പോൾ അതിൽ കൂടെ സുഖമായിട്ടുണ്ട് ഉണർന്നു. കാരണം നമ്മൾ നമ്മളെ വാസനയിലേക്കേ ഉണരുള്ളൂ എന്നർത്ഥം. അങ്ങനെ ഉണർന്ന് വരുന്നു എന്ന് കേട്ടപ്പോഴേക്ക് അതിന് അപ്പർ സ്റ്റോറിയിൽ കയറി രാവണൻ കാത്തുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്നാലേ അവർക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാമനും ലക്ഷ്മണനും ഉടനെ ചെന്ന് കൊല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഉപദേശിച്ചു, ഒരിക്കലും ചെയ്ത് ശരിയായില്ല, മഹാവിഷ്ണുവാണ് ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരിക്കലും തോൽപ്പിക്കാൻ നമ്മൾ വിചാരിച്ചാൽ കഴിയില്ല. അതുകൊണ്ട് നമ്മളെ നാട് മുഴുവൻ മുടിയാൻ പോവുകയാണ്, നമ്മളും മുടിയാൻ പോവുകയാണ്, പാടില്ലായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ ശരിയായില്ല ചെയ്തത്, എന്നെ ഇപ്പോഴല്ല കുറച്ച് നേരത്തെ ഉണർത്തേണ്ടിയിരുന്നു, എന്നാൽ ഈ ഒരു ദുഷ്കൃത്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയായിരുന്നില്ല എന്ന് പറഞ്ഞു. രാവണന് ദേഷ്യം വന്നു. രാവണൻ പറഞ്ഞു, എന്നെ ഉപദേശിക്കാനല്ല ഞാൻ നിന്നെ ഉണർത്തിയത്, നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്യുക വേണ്ടത്. അപ്പോൾ വീണ്ടും അസാധാരണമായിട്ടുള്ള ബുദ്ധിവൈഭവത്തോടുകൂടി ജ്ഞാനശാസ്ത്രങ്ങൾ നിരത്തി വെച്ചിട്ട് ഇദ്ദേഹത്തെ ഒന്നും മിണ്ടാൻ വയ്യാതെയാക്കി. അപ്പം രാവണൻ പറഞ്ഞു, കുംഭകർണ, നീ ഇപ്പം എന്താ ചെയ്യണം? നിൻ്റെ ജ്ഞാനം കൊണ്ട് നീ എന്നെ നന്നാക്കാനാണ് ശ്രമിക്കുന്നത്. നിൻ്റെ ആ ജ്ഞാനം നിന്നിലേക്കൊന്ന് അടിച്ചു നോക്കുക. ആ ജ്ഞാനത്തെപ്പൊടി നീ നിന്നൊന്ന് നോക്കിക്കാണും. ഈ അധർമ്മിയും ക്രൂരനുമായിട്ടുള്ള എൻ്റെ അനിയനായിട്ട് നീ എന്തുകൊണ്ട് ജന്മെടുത്തു? നീ പറഞ്ഞ സത്വത്തിൻ്റെ അവകാശിയാണ് നീയെങ്കിൽ നീ വലിയൊരു സാത്വിക ഭാവത്തിലുള്ള ഒരു വീട്ടിലല്ലേ പോയി ജനിക്കേണ്ടത്. ഈ നിന്ദ്യവും നീചമായിട്ടുള്ള അക്രമാസക്തമായിട്ട് ജീവിക്കുന്ന ഈ എൻ്റെ അനിയനായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ അജ്ഞാനുവർത്തിയായി കുറച്ച് കർമ്മം ചെയ്യാൻ നിനക്ക് ഭാവമുണ്ട്, നിനക്ക് യോഗമുണ്ടെന്നല്ലേ അർത്ഥം. ഈ ദുഷ്ടത്തരത്തിനും അനീതിക്കും അക്രമത്തിനും കൂട്ടു നിൽക്കാനുള്ള വാസന നിൻ്റെ ഉള്ളിൽ കുറച്ചുണ്ട്. അത് തീർക്കാൻ വേണ്ടിയാണ് എൻ്റെ അനിയനായി വന്നതെന്ന് നീ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല എന്ന്. അതുകൊണ്ട് നിൻ്റെ അറിവ് നിന്നിലേക്കാണ് തിരിച്ചു നോക്കേണ്ടത്, അല്ല എന്നെ നന്നാക്കാനല്ല നോക്കേണ്ടത്. അന്നേരം ആലോചിച്ചപ്പോഴാണ് കുംഭകർണന് മനസ്സിലായത്, അയ്യോ ഏട്ടാ ശരിയാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ അങ്ങ് പറയുന്ന പോലെ ചെയ്യാം, എൻ്റെ കർമ്മം നല്ല തീരുള്ളൂ എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചു. അങ്ങനെ പോയി കഴിഞ്ഞ് ശ്രീരാമൻ ആദ്യം 2 കൈയും അറുത്തു, കർമ്മം ഇല്ലാതാക്കി, കാലുകൾ അറുത്തു, കാലദേശാതീതനാക്കി, തല അറുത്തു, സാധനം അറിവിന് അതീതനാക്കി മാറ്റി. അങ്ങനെ മോക്ഷം കിട്ടുകയും ചെയ്തു. അപ്പോൾ രാവണൻ്റെ അനിയനായത് ഇതിനു വേണ്ടി കുറച്ച് കർമ്മം ഉണ്ടായിരുന്നു ബാക്കി. ആ കർമ്മം തീർക്കാനുള്ള ശ്രമം ചെയ്തേ ഉള്ളൂ. അപ്പോഴേക്ക് തന്നെ ആ കർമ്മം തീർന്നു, അദ്ദേഹം നിത്യമുക്തിയിൽ എത്തുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അവനവൻ്റെ അറിവിനെ അവനവനെ നന്നാക്കാനാണ് ശ്രമിക്കേണ്ടതെന്നാണ്. എൻ്റെ അറിവിനെ ഞാൻ എന്നിലേക്ക് തിരിച്ചു നോക്കണം. ഞാൻ എന്തുകൊണ്ട് ഈ ജാതിയിൽ ജനിച്ചു? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തറവാട്ടിൽ ജനിച്ചു? എന്തുകൊണ്ട് എൻ്റെ അച്ഛൻ ഇങ്ങനെയായി, എൻ്റെ അമ്മ ഇങ്ങനെ, എൻ്റെ ബ്രദേഴ്സ് ഇങ്ങനെ, എൻ്റെ സിസ്റ്റേഴ്സ് ഇങ്ങനെ, എൻ്റെ ഭാര്യ എന്തുകൊണ്ട് ഇങ്ങനെയായി, എൻ്റെ ഭർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ കോഴിക്കോട് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഭർത്താവ് കള്ളു കുടിച്ച് ദിവസം ചവിട്ട്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലൊരു അബ്കാരി കോൺട്രാക്റ്റ് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്നിട്ട് ആയിരക്കണക്കിന് ആൾക്കാരെ കള്ളു കുടിപ്പിച്ചു. ആ ഒരു പാപത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന, നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും മിനിമം ശിക്ഷയല്ലേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ? ഒരു കള്ളുകുടിയൻ്റെ ഭാര്യയാക്കി, ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പകുതിയാണ് സമാധാനം. പിന്നെ അവർക്ക് ഒരു പ്രശ്നമില്ലാതായി തീർന്നു. അപ്പോൾ ഈ അറിവിനെ കള്ളുകൂടി മോശമാണ്, കള്ളുകൂടി ചീത്തയാണ്, അയാളെ ഭാര്യ ആയാലോ അയാളെ അടി കൊള്ളേണ്ടി വന്നല്ലേ, എനിക്ക് ഒന്നും വേണ്ടിയില്ലായിരുന്നു. പക്ഷേ അവരുടെ മറ്റേ സിസ്റ്റേഴ്സൊക്കെ വളരെ മനോഹരമായിട്ടുള്ള വലിയ ഹൈ ലെവൽ ആൾക്കാർ, വളരെ സ്നേഹസമ്പന്നരായിട്ട് ഭർത്താക്കന്മാരെ കൂടെ ഇരിക്കും. ഇതെന്തുകൊണ്ട് ഇങ്ങനെ? അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായി, എൻ്റെ ഭർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ, എൻ്റെ ഭാര്യ എന്തെങ്ങനെ, ആ ഗുണങ്ങളെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ആ ഗുണങ്ങളിൽ നിന്ന് എൻ്റെ ഗുണങ്ങളും തമ്മിലുള്ള സംഘാതത്തിൽ നിന്ന് ചില അനുഭൂതികളും ചില അനുഭവങ്ങളും എനിക്ക് വേണ്ടതായിട്ടുണ്ടാവും. എൻ്റെ ജീവൻ്റെ മുന്നോട്ടുള്ള ഗതിക്ക് തടസ്സമായി നിൽക്കുന്ന കുറേ വസ്തുതകളെ ഇതിൽ നിന്ന് എനിക്ക് കിട്ടാനുണ്ടാവും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തരുത്, എൻ്റെ ഭർത്താവിനെ ഞാനും കുറ്റപ്പെടുത്തരുത്. കാരണം ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ട് അത് ശരി, ഇതിൽ കൂടിയാണില്ലേ എനിക്ക് കടന്നു പോകേണ്ടത്. അതായത് ബുദ്ധൻ്റെ വലിയൊരു സെൻറ്റൻസ് ഉണ്ട്, ആനന്ദത്തിലേക്കും വെളിപാടിലേക്കും നയിക്കുകയില്ല എന്ന കാരണത്താൽ വിലക്കപ്പെട്ടതുപോലെ തോന്നിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നു പോയാലല്ലാതെ ജീവിതത്തിൻ്റെ പൂർണ്ണതയും കേന്ദ്രബിന്ദുവും കണ്ടെത്താൻ കഴിയില്ല. ഓൺലി ദ ഫ്രാഗ്മെൻ്റ് ഓഫ് എ സർക്കിൾ ടു കംപ്ലീറ്റ് വിച്ച് ആൻഡ് ടു ഫൈൻഡ് ദ സെൻറ്റർ ഓഫ് വിച്ച് ഈസ് ഫോർബിഡൻ, ഫോർ ഇറ്റ് വുഡ് ഇൻവോൾവ് എൻ ഇൻക്വയറി ആഫ്റ്റർ തിങ്സ് വിച്ച് ഡു നോട്ട് കോൺട്രിബ്യൂട്ട് ടു ഡെലിവറൻസ് ആൻഡ് ഹാപ്പിനെസ്. ആനന്ദത്തിലേക്കും വെളിപാടിലേക്കും നയിക്കുകയില്ല എന്ന കാരണത്താൽ വിലക്കപ്പെട്ടതുപോലെ തോന്നിക്കുന്ന ജീവിതാനുഭവത്തിൽ കൂടി കടന്നുപോയാലല്ലാതെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവും പൂർണ്ണതയും കണ്ടെത്താൻ സാധ്യമല്ല എന്ന്. അപ്പോൾ എൻ്റെ ഭാര്യ എങ്ങനെയായി, അതുകൊണ്ടാണ് എനിക്ക് അതിൽ കൂടിയേ എനിക്ക് മോക്ഷമുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഭാര്യയെ കണ്ടുപിടിച്ച് എൻ്റെ കഴുത്തിൽ താലി കെട്ടിച്ച്
അതുപോലെ ഇങ്ങനെ ഒരു പുരുഷനെ കോടിക്കണക്കിന് പുരുഷന്മാരുള്ളതിൽ ഇങ്ങനത്തെ ഒരു പുരുഷനെ കണ്ടുപിടിച്ച് എൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ കാരണം ഇതിൽ കൂടിയാണ് ഈ ജീവൻ കടന്നു പോയാലേ അതിൻ്റെ കേന്ദ്രബിന്ദു പൂർണ്ണതയും കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്ന അർത്ഥം എന്നാണ്. അപ്പോൾ ഈ ഗുണനിരൂപണത്തിൽ നമുക്ക് പ്രധാനമായിട്ട് ആലോചിക്കാനുള്ളത് ഇത്തരം കാര്യങ്ങളാണ്. ഇതൊരു അവതരണം മാത്രമാണ്. സമയം 7:30 7:30 വരെയാണ് ടൈം അതിക്രമിക്കാൻ പാടില്ല. ഈ വിഷയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ വിജ്ഞരായി നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചിന്തിക്കാവുന്നതുള്ളൂ. അതുകൊണ്ട് എത്രയോ ആത്മഹത്യകൾ ഈ കേരളത്തിൽ നടക്കുന്നുണ്ട് കുറ്റബോധം കൊണ്ട്. അപ്പോൾ പറയാൻ വെച്ചാൽ ഒരുപാട് കഥകൾ പറയാൻ പാടില്ലാത്തപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ സ്കിൻ ആൻഡ് VD വിഭാഗത്തിലായിരുന്നു. VD വിഭാഗം 27 കൊല്ലത്തോളം ഉള്ള എൻ്റെ അനുഭവത്തിൽ എത്രയോ ആളുകൾ നിരാശപ്പെട്ട് ആത്മഹത്യയുടെ വക്കത്തെത്തിയിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിൽ സാഹചര്യങ്ങൾ മാറുന്ന സമയത്ത് ചില തെറ്റ് ചെയ്യാൻ നിർബന്ധിതരായി പോവുക, അതിൻ്റെ ശേഷം പിന്നെ ആ വീട്ടിൽ ജീവിക്കാൻ കൊള്ളില്ലാതാവുക. ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ആകെ കൂട്ടത്തോടെ കൊലപാതകം നടക്കുക ചെയ്യുക. അവന് ആ വീട്ടിൽ നിന്ന് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നാട് വിട്ടു പോകാൻ ശ്രമിക്കുന്നു, ഒരു ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ചിലവരൊക്കെ കൗൺസിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഘട്ടങ്ങൾ വന്നു. അപ്പോൾ എന്താണ് ഈ 3 ഗുണങ്ങളുടെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതാണ്. ഏതിനുള്ള സാഹചര്യം കിട്ടും അപ്പോൾ വളരുന്നു എന്ന് സംഗതി പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് ശരി അത്രയേ ഉള്ളൂ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് സമാധാനമായിട്ട് നടക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉഷാണ് ബസ് കയറി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതിന് വേണ്ടി വേണ്ട കുഴപ്പങ്ങളൊക്കെ ചെയ്ത് അവസാനം ഭർത്താവിനെ നഷ്ടപ്പെട്ടു, നാട്ടിലും വീട്ടിലും ജീവിക്കാൻ കൊള്ളില്ലാതെ. ആരുടെ കുറ്റമല്ല. രജോ ഗുണത്തിന് ഉണരാനൊരു സാഹചര്യം ഉണ്ടായി, ഉടനെ ഉണരും. ബസ്സിലിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആണുങ്ങളുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ ബ്രഹ്മാവിനോട് പറഞ്ഞാൽ കൂടി ശരിയാവില്ല. കാരണം ബ്രഹ്മാവ് തന്നെ ഈ ഗുണത്തിൻ്റെ അടിമയാണ്. അപ്പോൾ എന്താ വേണ്ടത്? അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ ബസ്സിലാണെന്ന് വെച്ചാൽ അങ്ങനെ പറയാന്ന് വെച്ചാൽ സ്ത്രീ സംഘടനക്കാരൊക്കെ എന്താ വേണ്ടത്? ബസ്സിൽ ഞങ്ങൾക്കൊരു പ്രത്യേക സ്ഥലമാണ്, ഒരു 1/3 മുമ്പിൽ സ്ത്രീകൾക്ക്, 2/3 അപ്പുറം, അതിനൊരു ഡിവൈഡർ അങ്ങോട്ടും ഇങ്ങോട്ടില്ല. ഇത് എല്ലാവരും പെൺകുട്ടികളും ആൺകുട്ടികളും ആണുങ്ങളും എല്ലാവരും കൂടി ഇങ്ങനെ തമ്മിൽ മുട്ടി വരച്ച് ബസ്സിൽ പോകുന്ന സമയത്ത് രജോഗുണം ഉണരും. അത് ആർക്ക് കഴിയും? സദൃശൻ ചേഷ്ടതയെ സ്വസ്യാപ്രകൃതി ജ്ഞാനവാനപി എന്നാണ്. എത്ര വലിയ ജ്ഞാനിക്ക് പോലും സ്വപ്രകൃതിക്കനുസരിച്ച് ചേട്ടിക്കാൻ പറ്റുള്ളൂ. ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിദ്വാൻ സമവികർഷതി എന്നാണ്. ഏത് വിദ്വാനായാലും അയാളെ അശക്കി കളയുന്നതാണ് ബലവാൻ ഇന്ദ്രിയഗ്രാമം, ഇന്ദ്രിയങ്ങളുടേതായിട്ടുള്ള ഉണർവുണ്ടാക്കുക. പിന്നെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുക? ഒരു സ്ത്രീയെ കുറ്റപ്പെടുത്താൻ പാടില്ല, ഒരു പുരുഷനെയും കുറ്റപ്പെടുത്താൻ പാടില്ല. ആ സാഹചര്യമാണ് വേണ്ടത്. ഇപ്പോൾ ആരും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഒരാൾ വരുന്നെങ്കിൽ ഈ വാതിൽ തുറന്ന് അടുത്ത വീട്ടിലേക്കാണ് പോവുക. എന്നിട്ട് ആ വീട്ടിലുള്ള ആരെങ്കിലും പറഞ്ഞേക്കാം, ആരാ എന്താ ചോദിച്ചിട്ട് പറഞ്ഞേക്കാൻ പറയാം. അല്ലാതെ നേരെ മറിച്ച് അവിടെ ഒറ്റയ്ക്ക് ഇരുന്നു അവർ വന്നു വേണ്ട കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി അവസാനം ആത്മഹത്യ. അർദ്ധരാത്രിയൊക്കെ വഴക്കം പിടിച്ചിട്ട് പിന്നെ ജഡ്ജിയുടെ റൂമിലേക്കാണ് ചെല്ലുക, എന്നിട്ട് അദ്ദേഹമായിട്ട് കുറച്ച് സ്മോൾ അടിക്കുക. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രജോ ഗുണം ഉണർന്നിട്ട് എന്താ സംഭവിക്കുക എന്നുള്ളത് ആർക്കറിഞ്ഞുകൂടാത്തത്. എന്നിട്ട് അവരിപ്പോൾ കേസ് കൊടുക്കുക, അദ്ദേഹം എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക. എവിടെയാണ് കുറ്റം? ഇതൊക്കെ നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ, നമുക്ക് അറിയുന്ന തത്വങ്ങളാണെങ്കിലും നമ്മൾ വേണ്ടമാതിരി പ്രാക്ടിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഏതൊരു ദുഷ്ടനായിട്ടുള്ള ഒരാളും ഞങ്ങളെ മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുട്ടി ബോധം കെട്ട് വീണു. ആൺപിള്ളേരെല്ലാം കൂടി എടുത്ത് കൊണ്ടുപോയി അവിടെ ഹോസ്പിറ്റലിലാക്കി. അപ്പോഴേക്ക് BP ഫോൾ ചെയ്തു, അവരൊക്കെ ബ്ലീഡ് ചെയ്ത് ബ്ലഡ് കൊടുക്കൽ എന്തൊക്കെയാണ് ചെയ്ത് മഹാത്യാഗം. അവരെന്നെ വേറൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവളെ കമൻ്റ് അടിക്കാനും വേണ്ടാത്തരം ചെയ്യാനും പോയിന്നും വരും. അപ്പോൾ ഏതിന് സാഹചര്യം കിട്ടുന്നോ ആ ഗുണമാണ് പുറത്തേക്ക് വരിക. അതുകൊണ്ട് സാഹചര്യത്തിലായിരിക്കണം നമ്മുടെ ശിവൻ പാർവതിയുടെ തോഴിയോട് പറഞ്ഞു കൊടുത്തതാണ്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ വിചാരിച്ചാലും ഇതിനെ തടുക്കാൻ കഴിയില്ല. കാരണം ആദിപരാശക്തി ഈ രൂപത്തിലൊക്കെയാണ് തെളിയിക്കുന്നത്. അത് ഉണർന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വിൽ പവറിന് പോലും അതിന് തടുക്കാൻ കഴിയില്ല. ഈ സാഹചര്യം ഇവിടെ ഉണ്ടാക്കാതെ നോക്കുകയായിരുന്നു വേണ്ടിയിരുന്നു. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്ഥലത്ത് നീ ഇതിലെ പോകാൻ പാടില്ലേ, വരാൻ പാടില്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. എന്നിട്ട് ഒരു അനുഗ്രഹം കൊടുത്തു. എന്നാൽ വിവാഹിതമാവണ അന്ന് വരെ ഈ ബീജം വളരാതിരിക്കട്ടെ എന്ന് ഒരു വരം കൂടെ അത്ര അയാൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊക്കെ അറിഞ്ഞാൽ മതി. ഒരാളെ നമ്മൾ ചെയ്ത് അയാളൊരു മോശം മനുഷ്യനാന്ന് പറഞ്ഞാൽ ഗുണനിരൂപണം നമുക്ക് അതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടായിട്ടില്ല എന്നർത്ഥമാണ്. ആരാണ് കുറ്റപ്പെടുത്തുന്നത്? ആ സ്ത്രീ അങ്ങനെയെന്ന് പറഞ്ഞാൽ അതിനുള്ള സാഹചര്യമാണ് അവർക്ക്. ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുണ്ടായിരുന്നു 1-2 ദുർവൃത്തിയിൽ നടന്നിരുന്ന ആൾക്കാർ. അവരെ വിൻസെൻ്റ് ഡി പോളിൻ്റെ ആൾക്കാർ പിടിച്ച് കൊണ്ടുപോയി അവരെ കുളിപ്പിച്ച് അവർക്ക് വസ്ത്രമൊക്കെ കൊടുത്ത് അവരെ ഒരു ആശ്രമത്തിൽ താമസിപ്പിച്ച് ഇപ്പോൾ അവർക്ക് ഒന്നാന്തരം ഹോസ്പിറ്റലിൽ സെർവ് ചെയ്യാൻ വേണ്ടി വരുന്നു. ദിവ്യങ്ങളായിട്ടുള്ള, കാരണം സാത്വിക ഭാവം ഉണരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർ സാത്വികരുമാണ്. അതിനെ കുറിച്ച് പണ്ട് അവർക്ക് വെറും ഈ താമസ ഭാവത്തിൽ മാത്രമായിരുന്നു അവരുടെ ജീവിതം. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അവരിങ്ങോട്ടാക്കിയപ്പോൾ സാത്വിക ഭാവം ഉണരാനുള്ള ഒരു സാഹചര്യം കൊടുത്തപ്പോൾ അവർ ഒന്നാന്തരം മാലാഖമാരായിട്ട് ഹോസ്പിറ്റലിൽ സെർവ് ചെയ്യാണ് അവർക്ക് പിന്നെ സാധുക്കളായിട്ടുള്ളവർക്ക് ചാപ്പാട് കൊടുക്കുന്ന ഒരു സെൻ്റർ ഉണ്ട്. അവിടെ വിളമ്പി കൊടുക്കാനും അവരെ ശുശ്രൂഷിക്കാനൊക്കെ അവർ തന്നെ മുന്നിട്ട്. അപ്പം മാലാഖമാരായി മാറി.
അപ്പോൾ അതുപോലെയാണ് സംഗതികളൊക്കെ എന്നാണ്. അതുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിക്കുക, ചിന്തിച്ച് ഇതിനൊക്കെ ഒന്ന് ഇതാക്കി ആരെയും കുറ്റപ്പെടുത്തരുത്. ഇവിടെ യാതൊരു കുറ്റവും ശരിയും തെറ്റുമില്ല, വിധി നിഷേധമില്ല, ഇഷ്ടാനിഷ്ടങ്ങളില്ല, കർത്തവ്യമില്ല, ഭക്തവില്ല, പ്രാപ്തവില്ല. ഇനി 9 ഘടകങ്ങളിൽ നിന്ന് വിടുതൽ ഉണ്ടാക്കി തരികയാണ് ശാസ്ത്രങ്ങൾ ചെയ്യുന്നത്. അതോടുകൂടി നമുക്ക് സ്വാതന്ത്ര്യമായി. ഇപ്പോൾ നമുക്ക് ദിവ്യനായി നടക്കണോ അതോ മഹാ റൗഡിയായിട്ട് നടക്കണോ ഒക്കെ എൻ്റെ ഇതാണ്. എനിക്ക് എന്താ വേണ്ടത് ചാവാം. ഏത് വഴിക്ക് പോകുന്നോ അതിൻ്റേതായിട്ടുള്ള ഫലം കിട്ടും. ആ ഫലം ഞാൻ എൻ്റെ വിധത്തിൽ അനുഭവിക്കേണ്ട. അതിൽ ഏതാ വേണ്ടത്? ചോയ്സ് ഈസ് യുവേഴ്സ്, മേക്ക് ഓർ മാർ എന്ന് പറഞ്ഞിട്ട് ചിന്മയാനന്ദ സ്വാമി ആദ്യം തന്നെ ലൈഫ് ഈസ് യുവേഴ്സ്, മേക്ക് ഇറ്റ് ഓർ മാർ ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്ന ആദ്യം തന്നെ. അതുകൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ മുഖവുര പറഞ്ഞുകൊണ്ട് സമയം അധികരിക്കാതിരിക്കാൻ നിർത്തുന്നു. കായേന വാചാ മനസേന്ദ്രിയവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായതി സമർപ്പയാമി.